ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട, ഒരുപക്ഷെ വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്ന നമ്മളിൽ പോലും സംഭവിച്ചു പോയേക്കാവുന്ന, ആഘോഷിക്കപ്പെടുന്ന തിന്മകളെക്കുറിച്ചാണ് പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളൊക്കെ അറിയുന്നത് പോലെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയുമാണ് ഇന്ന് നമ്മളെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കേൾക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല വാർത്തകളും, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് തരം താഴാൻ സാധിക്കുമോ, മൃഗങ്ങളെക്കാളും മനുഷ്യൻ അധപ്പതിച്ചു പോയോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള വാർത്തകളും കഥകളും ചരിത്രങ്ങളും ഇന്ന് സർവ്വസാധാരണമായി നമ്മൾക്കിടയിൽ പ്രവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊക്കെ ഏറെ സങ്കടപ്പെട്ട ഒരു വാർത്തയായിരുന്നു, 2ാമത്തെ വയസ്സിൽ സ്വന്തം പിതാവ് ഉപേക്ഷിച്ചു പോയ മകനെ എല്ലാ സൗകര്യങ്ങളോടെയും വളർത്തിക്കൊണ്ടുവന്ന ഒരു മാതാവിനെ ലഹരിയുടെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തി അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ മകൻ മീഡിയകളോടും സമൂഹത്തോടും പറഞ്ഞ മറുപടി, എന്നെ ജനിപ്പിച്ചതിനുള്ള കടമയാണ് ഞാൻ നിർവഹിച്ചത് എന്നുള്ളതായിരുന്നു. ആ മകനുള്ള വിവാഹ മഹർ പോലും ഒരുക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് ആരാന്റെ അടുക്കളയിൽ പണി ചെയ്തിരുന്നൊരുമ്മ അതേ മകന്റെ കൈകളാൽ ലഹരി എന്ന മഹാവിപത്തിൽപ്പെട്ട് ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പോൾ അതങ്ങ് അടിവാരത്തല്ലേ എന്ന് നമ്മൾ ആശ്വസിക്കുന്നുണ്ടെങ്കിലും അതേ കഥയും അതേ ചരിത്രവും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യമുള്ള ഒരു നാട്ടിലെ ഒരു വീട്ടിലെ ഒരു തലയണക്ക് മേലെയാണ് ഞാനും നിങ്ങളും കിടന്നുറങ്ങുന്നത്. അതിനേക്കാളേറെ ഇന്നലെ പോലും നമ്മൾ കേട്ട മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്ത, 16 വയസ്സുള്ള പെൺകുട്ടിക്ക് വയറുവേദന അനുഭവപ്പെടുകയും ആശുപത്രിയിൽ ചെക്കപ്പിന് ചെന്നുപോയപ്പോൾ ആ പെൺകുട്ടി ഗർഭിണിയാണെന്നറിയുകയും ആ ഗർഭത്തിന്റെ ഉത്തരവാദി അതേ പെൺകുട്ടിയുടെ മാതാവിന്റെ, അതേ പെൺകുട്ടി കിടന്ന അതേ ഗർഭപാത്രത്തിൽ കിടന്ന് പുറത്തേക്ക് വന്ന ആങ്ങള 14 വയസ്സുകാരനാണെന്നും സമൂഹം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും പ്രതിസന്ധിയും പരീക്ഷണങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സുകൾ പോലും മരവിച്ചു പോകുന്ന വാർത്തകളെ ദിനേന നമ്മൾ കേൾക്കുന്നുള്ളൂ. കൊള്ളയും കൊലപാതകവും പിടിച്ചുപറിയും ബലാത്സംഗങ്ങളും തുടങ്ങി സ്വന്തം മാതാവിന്റെ കഴുത്തറക്കാനും പിതാവിനെ തച്ചുകൊല്ലാനും, കാമുകന്മാർക്ക് വേണ്ടി ഭർത്താവിനെ വിഷം കൊടുത്തു കൊല്ലാനും, കാമുകിക്ക് വേണ്ടി ഭാര്യയെ ആളറിയിച്ച് കൊട്ടേഷൻ കൊടുത്തു കൊല്ലാനും, ഒരേ കുടുംബത്തിലെ ആളുകൾ പോലും പരസ്പരം സ്വത്തിന്റെ പേരിൽ ഒരൽപ്പത്തരി മണ്ണിന്റെ പേരിൽ കൊന്നു കൊലവിളിക്കുന്ന പകയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കേവലം ഇതൊക്കെ വാർത്തയാക്കുന്ന മീഡിയകൾക്ക് അതൊരു സെൻസേഷൻ ന്യൂസ് മാത്രമാണ്. ഒരുമ്മയുടെ കഴുത്തറുത്ത ചെറുപ്പക്കാരന്റെ കാഴ്ചയും അവൻ കൊടുക്കുന്ന ഫ്ലൈയിങ് കിസ്സുകളും ഒക്കെ ക്യാമറയിൽ പകർത്തി മണിക്കൂറുകൾക്കിടയിൽ ജനങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരു സെൻസേഷൻ ന്യൂസ്, അത് മാത്രം ലക്ഷ്യം വെച്ചോടുന്ന ഇന്നത്തെ നവമീഡിയകൾക്ക് ഈ സമൂഹത്തെ തിരുത്താനുള്ള ധാർമ്മികമായ അവകാശമുണ്ടെങ്കിലും അവർ ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഇതൊന്നും സമൂഹത്തിലേക്ക് പടരാത്ത നിലക്ക് ആളുകളെ നന്മയിലേക്ക് കൈപിടിക്കുകയും ധർമ്മബോധത്തോടെ ന്യായമായ നിലക്ക് അവർക്ക് ശരിയായ രീതി കാണിച്ചു കൊടുക്കേണ്ട ഭരണകൂടം പോലും എവിടെയൊരു വോട്ടുണ്ടാക്കാൻ സാധിക്കുമോ ആ വോട്ടിന് വേണ്ടി അപ്പുറവും ഇപ്പുറവും കാലിട്ട് ചവിട്ടി മറ്റുള്ളവർക്ക് വേണ്ടി വാത്തൊടാത്ത വാഗ്ദാനങ്ങൾ നൽകി, നൽകപ്പെടുന്ന പല വാഗ്ദാനങ്ങളും മറഞ്ഞു വെച്ച് ഇപ്പോഴും ലഹരിക്ക് വേണ്ടി പല ഷാപ്പുകളും, പല വിദേശ മദ്യഷാപ്പുകളും, പല പബ്ബുകളും, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 9 പബ്ബുകൾ തുറക്കപ്പെട്ട ഒരു കേരളക്കരയിൽ 2 തുറക്കപ്പെട്ട ഒരു കോഴിക്കോട് ജില്ലയിലാ ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നതും. ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു വചനം, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ വന്നെത്തുകയില്ല. അന്ത്യനാൾ ഈ ലോകത്ത് വന്നെത്തുന്നതിന്റെ മുൻപ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അടയാളങ്ങളെ ഏറ്റവും വലിയൊരു അടയാളം യുർഫഉൽ ഇൽമ്, അറിവുള്ള ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന പലരും
ആ അറിവിനാൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് പറയാൻ പറ്റാതെ അറിവ് അവരിൽ നിന്നും ഉയർത്തപ്പെടും. ഇതൊന്നും ശരിയല്ല എന്ന് പറയേണ്ടടുത്ത് ഇതൊക്കെ നാട്ടുനടപ്പും കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ് എന്ന് പറയപ്പെടേണ്ട ഗതികേടിലേക്ക് ആലിമീങ്ങളെത്തും. ആ ആലിമീങ്ങൾ ഖുർആനും ഹദീസും പഠിച്ചവര് മാത്രമല്ല, നാട് നിയന്ത്രിക്കുന്ന ഭരണാധികാരികൾ, പഞ്ചായത്ത് നിയന്ത്രിക്കുന്ന വാർഡ് മെമ്പർമാർ, ഇങ്ങനെ പറയേണ്ടടുത്ത് പറയാൻ നാവ് പൊന്താത്ത ആളുകൾ ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കും. ഈ ലോകത്ത് അജ്ഞതയായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ പ്രകടമാകുക. എന്താണോ വിവരമില്ലായ്മയും അജ്ഞതയും, ആ അജ്ഞതയിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുന്ന ഒരു കാലഘട്ടം ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണമില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതത്തിലേക്കാണ് ആളുകൾ എടുത്തു ചാടിക്കൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ് വരെ എന്റെ മകൻ ഏറ്റവും നല്ല കുട്ടിയായിരുന്നെന്ന് അവകാശപ്പെടുമ്പോ 2 വർഷങ്ങൾക്കപ്പുറം അതേ മകന്റെ കൈകളാൽ ഒരു മാതാവ് മരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതെന്നും 10ാം ക്ലാസ് വരെ ഉമ്മാന്റെ പൊന്നുമോളായി ജീവിച്ച് 2 വർഷത്തിന്റെ ഇടയിൽ അതേ മാതാവിനെ ചവിട്ടിത്തേച്ചിറങ്ങി വാപ്പയെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട് ആരാന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന കഥകളും, ഇപ്പോഴും മകന്റെ റൂമിലേക്ക് കയറി ചെല്ലാൻ പേടി കാരണം തന്റെ ഭർത്താവിനെ കാത്തിരുന്നതിന് ശേഷം മാത്രം കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരും നമ്മളെ കൂട്ടത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവിടെ അരാജകത്വത്തിന്റെയും അങ്ങേയറ്റം കലുഷിതമായ തിന്മയുടെയും ഒരു ലോകത്തേക്കാണ് ഈ സമൂഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നന്മകൾ ചെയ്യുന്നവര് പൊട്ടനാ. ഒരു നന്മയായ കാര്യം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ആ നന്മകൾ ചെയ്യുന്നവൻ കാലത്തിന് യോജിക്കാത്തവനും തിന്മകൾ ചെയ്യുന്നവർ രാജാക്കന്മാരുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ എഴുത്തുകാരുടെ ഒരു സമ്മേളനം ഈ കോഴിക്കോട് സിറ്റിയിൽ നടക്കുകയുണ്ടായി. കേരള ലിറ്റററി ഫെസ്റ്റ് എഴുത്തുകാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ആളുകൾക്ക് തോന്നാറുള്ള ഒരു തോന്നൽ, ഇതൊക്കെ ഒരു പുരോഗമന ചിന്താഗതിക്കാർക്കുള്ളതാ. അതുകൊണ്ട് പുരോഗമനം എന്നാൽ ഹാഫ് സ്ലീവും ലെഗിൻസും ശരീരത്തിന്റെ ഉൾവസ്ത്രങ്ങളും ഇതൊക്കെ ധരിക്കണം, അതല്ലെങ്കിൽ ജടതൂർന്ന താടി നീട്ടി വളർത്തി കയ്യിലോ നാവിനിടയിലും ഒരു കഞ്ചാവോ അങ്ങനെയൊക്കെ തിന്നു നടക്കണം, എന്നാലേ ഞാനൊരു കവിയാകൂ, അല്ലെങ്കിൽ എന്നാലേ ഞാനൊരു പുരോഗമന സാഹിത്യത്തിന്റെ ആളാവൂ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലേക്ക് ലോകത്തേറ്റവും നല്ല എഴുത്തുകാരുടെ സമ്മേളനങ്ങൾ പോലും മാറുകയുണ്ടായി. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കയറി വന്നവരെ കൊണ്ട് പലപ്പോഴും ആ നന്മ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണുപൊത്തേണ്ടിയും വന്നു. ഇന്നലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, 50 വയസ്സോടടുക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സങ്കടത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറയാ, രാത്രി ടാക്സി പോലെ എന്റെ വാഹനം ഓടിയിട്ടാ ഞാൻ കുടുംബം പോറ്റുന്നത്, എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് എന്റെ ഓട്ടോ ഓടിച്ചിട്ടാ. രാത്രി 1:30 മണിക്ക് ഞാൻ അങ്ങനെ ഓട്ടം ഓടുന്നതിനിടയിൽ ബീച്ചിന്റെ അരികിലുള്ള ഒരു ഫുട്പാത്തിന്റെ മേലെ കയ്യിൽ സിഗരറ്റുമായി അന്യ ആണുങ്ങളുടെ കൂടെ അങ്ങനെ സംസാരിച്ചും വൃത്തികേട് പറഞ്ഞും നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ഞാൻ ആ മകളോട് എന്റെ മകളെ പോലെ കണ്ടു എന്നൊരു മനസ്സിന്റെ ആ ഒരു തിന്മ കണ്ടപ്പോ, പടച്ചോനെ തിന്മയാണല്ലോ ഈ മക്കൾ ആഘോഷിക്കുന്നത് എന്ന് കണ്ട ബേജാറിൽ ഞാൻ ആ മകളോടൊന്ന് പറഞ്ഞു, മോളെ ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ തെറ്റല്ലേ, മോക്ക് വീട്ടിക്ക് പോയാ പോരെ എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി ഇതേ വാപ്പാനോട് തിരിച്ചു ചോദിച്ച ചോദ്യം നിങ്ങളിന്റെ തന്തയല്ലല്ലോ എന്നുള്ളതായിരുന്നു. അതിനുശേഷം കൂട്ടുകാർക്കിടയിൽ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി കാക്കാന്റെ വീട്ടിൽ പോയി നോക്കൂ, നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ അവിടെ തന്നെ ഉണ്ടോന്നൊന്ന് അറിഞ്ഞിട്ട് പോരെ ഉപദേശിക്കൽ. ഇന്നും ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് നെഞ്ചുപൊട്ടി ഇന്നും സങ്കടത്തോടെ ഒരാളോട് നന്മ പറയരുത് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനോവേദനയിൽ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഇന്ന് തിന്മകളാ ആഘോഷിക്കപ്പെടുന്നത്, നന്മകൾ ആളുകൾക്ക് വേണ്ട. ഒരു രംഗത്തും ഇസ്ലാം പഠിപ്പിച്ച, മനുഷ്യത്വം പഠിപ്പിച്ച നന്മയെന്ത് എന്നാളുകൾക്ക് ചിന്തയില്ല. പണമുണ്ടാക്കണം, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ വയലൻസിലാണ് ആസ്വാദനം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ തലമുറയെ, മക്കളെ മാറ്റാൻ മീഡിയകൾക്കും കാഴ്ചകൾക്കും സാധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വന്നപ്പോ 8ഉം പൊട്ടും തിരിയാത്ത 5ഉം 8ഉം വയസ്സിനിടയിലുള്ള 100 കണക്കിന് മക്കൾ അന്ന് മീഡിയക്കാരോട് വാത്തുറന്ന് സംസാരിച്ചത്, അവനെ തൊട്ടാൽ കേരളം ഞങ്ങൾ കത്തിക്കും എന്നാണെങ്കിൽ, കണ്ട സിനിമയിലെ വയലൻസ്,
ഒന്ന് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പേനക്കത്തി കൊണ്ട് അടുത്തിരിക്കുന്നവന്റെ കൈകളിലും മാറത്തും അടയാളമുണ്ടാക്കാൻ പോലും ഇന്നത്തെ ഒരു 4ാം ക്ലാസ്സുകാരനും ആ 8ാം ക്ലാസ്സുകാരനും പറ്റുന്നുണ്ടെങ്കിൽ വയലൻസും നാണമില്ലായ്മയും ഇന്നാളുകൾക്ക് ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ലേറ്റസ്റ്റ് വാർത്തയാ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതും. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ബ്ലോഗർ 2 കുട്ടികളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു ചെറുപ്പക്കാരനെ കോടതി റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തതിന്റെ പേരിൽ അക്രമാസ്ത്ര സ്വഭാവം കാണിച്ചപ്പോ മാനസികമായ പ്രയാസങ്ങളാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയോ ഡോക്ടർമാര് അവനെ ചികിത്സിക്കാൻ തീരുമാനിച്ചു, പോലീസുകാരുടെ കൂട്ടായ്മയോടുകൂടി. പക്ഷെ അതിലേറെ സങ്കടകരം, ആ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർക്ക് വേണ്ടിയും ആളുകൾ ചെറുപ്പക്കാര് കമന്റ് എഴുതുമ്പോ നമ്മൾ പോലും ചിന്തിച്ചു പോകും, ഈ കേരളത്തിന്, ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഗാന്ധിജിയോട് ചേർത്ത് നിർത്തപ്പെടാനുള്ള നന്മ ചെയ്തിട്ടല്ല അവൻ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുന്നത്. മറിച്ചെന്തിന്റെ പേരില? പരസ്യമായ തെരുവോരങ്ങളിലും ബീച്ചുകളിലും കയറി ചെന്ന് കുടുംബിനികളുമായി കയറി വരുന്ന പാവപ്പെട്ട പെൺമക്കളോട് ഉമ്മ ചോദിച്ചുകൊണ്ടും ദ്വയാർത്ഥമായ ചില ചോദ്യങ്ങൾ ചോദിച്ച് ആളുകൾക്കിടയിൽ തന്റെ യൂട്യൂബിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി എന്തു തോന്നിവാസവും പറയാം എന്ന് ഈ സമൂഹത്തിന്റെ മുൻപിൽ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തൊരു ചെറുപ്പക്കാരന് 2 മില്യണിലധികം കാഴ്ചക്കാരുണ്ടെങ്കിൽ ഈ സമൂഹം എത്രത്തോളം വയലൻസും നാണമില്ലായ്മയും സ്നേഹിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. അതിനേക്കാളേറെ 1 മണിക്കൂർ കൊണ്ട് എന്റെ യൂട്യൂബ് വരുമാനത്തിൽ ലൈവായി ഞാൻ തെറി പറഞ്ഞാൽ ആ തെറി പറയുന്ന മണിക്കൂറുകളിൽ എനിക്ക് 2.5 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞതും ഒരു ചെറുപ്പക്കാരനാ. എന്താ അവന്റെ ക്വാളിറ്റി? കഴിക്കുന്ന ഭക്ഷണം തെറിയായി പറഞ്ഞ് ആ തെറി തിരിച്ചു കിട്ടുമ്പം വാശി കാണിക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണം പോക്കറ്റ് ശരീരത്തിന്റെ അടിവസ്ത്രം പൊക്കി ആമാശയത്തിന് പകരം ആസന്നത്തിലേക്കിട്ട് ആ ചൂടും എരിവും കൊണ്ട് അടിവസ്ത്രം മാത്രം ധരിച്ച് മീഡിയകൾക്ക് മുൻപിൽ തുള്ളിക്കളിക്കുന്നവന് 1 മണിക്കൂറിന്റെ ലൈവിന് കിട്ടുന്നത് 2.25 ലക്ഷമാണെങ്കിൽ അത്രമാത്രം അരാജകത്വത്തിലേക്കും തിന്മ ആഘോഷിക്കപ്പെടുന്ന മാനസികാവസ്ഥയിലേക്കും ഈ തലമുറയെ കൊണ്ടുപോകാൻ പലരും പണിയെടുക്കുന്നുണ്ട്. ഒരു പരിധിവരെ അവരതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം പോലും പണമുണ്ടാക്കാനും അടിച്ചു പൊളിച്ച് ജീവിക്കാനും ഉല്ലാസ ജീവിതം നയിക്കാനും വേണ്ടി മാത്രമാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫവല്ലാഹി, എന്റെ രക്ഷിതാവായ അല്ലാഹുവാണേ സത്യം, മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, നിങ്ങളെ തൊട്ട് എനിക്ക് ഭയം തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ ദരിദ്രരായി പോകുമോ എന്ന പേടിയല്ല. അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കാരക്ക കൊണ്ട് 8 പേര് സുഭിക്ഷമായി ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒരു കുടുംബം മനസമാധാനത്തോടെ അന്തി ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു റൊട്ടി കൊണ്ട് ഒരു കുടുംബം ആസ്വദിച്ച് തിന്ന് പരസ്പരം സ്നേഹിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഫവല്ലാഹി മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വ്യാപിക്കുമോ എന്നതെന്റെ ഒരു പേടിയേ അല്ല, എനിക്ക് ആ പേടിയില്ല, നിങ്ങൾ ദരിദ്രരായി പോകുമോ എന്ന്. വഇന്നമാ അഖ്ശാ അലൈക്കുമുദ് ദുനിയ അൻ തുബ്സത അലൈക്കും, എനിക്കാകെയുള്ള പേടി ഈ ദുനിയാവ് നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന ഒരു സമയം വരുമോ എന്ന. ആ തുറക്കപ്പെടുന്ന കാലഘട്ടമാണോ എന്റെയും നിങ്ങളുടെയും കൺമുൻപിലുള്ള ഈ കാലഘട്ടം എന്ന് നമ്മൾ ചിന്തിക്കണം. സുഭിക്ഷമായി തിന്നാൻ, സുഭിക്ഷമായി ജീവിക്കാൻ, ഏറ്റവും മനോഹരമായ ജീവിതത്തിന്റെ സർവ്വ ആസ്വാദനങ്ങളും സർവ്വ അനുഗ്രഹങ്ങളും കിട്ടി ജീവിക്കാൻ ഒരുപക്ഷെ പടച്ച റബ്ബ് അനുഗ്രഹിച്ച് നൽകിയ ഒരു കാലഘട്ടത്തിലൂടെയായിരിക്കും ഞാനും നിങ്ങളും മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫഖ്ർ മാറി അള്ളാഹുവിന്റെ പരിശുദ്ധിയും പടച്ച റബ്ബിന്റെ ബർക്കത്തും കൂടുമ്പോ സ്വാഭാവികമായും പിശാചിന്റെ പ്രവണത നമ്മളെ മനസ്സിലേക്കും കയറി വരും. എങ്ങനെ? തീയാൽ സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിന്റെ അടിമയായ പടച്ച റബ്ബിന്റെ സൃഷ്ടികളായ മലക്കുകളോട്, ജിന്നുവർഗത്തോട് തീർച്ചയായും മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ അന്ന് തിരിച്ചു പറഞ്ഞ പിശാചിന്റെ ഒരു വാക്കില്ലേ, തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുകയോ എന്ന് ചോദിച്ച സ്വയം പര്യാപ്തത. എനിക്ക് എന്റെ പണം, എന്റെ സൗകര്യം, എന്റെ സമ്പത്ത്, എന്റെ സാഹചര്യം അതിനനുസരിച്ചിട്ടേ ഞാൻ ജീവിക്കൂ എന്ന
ഒരു പ്രവണത ഇന്നത്തെ പലരെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പണം എനിക്ക് തോന്നിയതുപോലെ ഞാൻ ഉപയോഗിക്കും, എനിക്ക് തോന്നിയതുപോലെ ഞാൻ സമ്പാദിക്കും, എന്റെ ജീവിത സൗകര്യങ്ങൾ എന്റെ ചിന്തക്കനുസരിച്ച് ഞാൻ മാറ്റും. ആ പ്രവണതയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ വിശ്വാസ, സാമ്പത്തിക, സാമൂഹിക, വൈവാഹിക രംഗങ്ങളിലൊക്കെ ഈ തിന്മകൾ ആഘോഷിക്കപ്പെടുകയാ. ഏത് നന്മയാ മനുഷ്യൻ ആഘോഷിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ 5 വക്ത് നിസ്കരിക്കണം, മനുഷ്യൻ ആഘോഷിക്കാൻ താല്പര്യങ്ങളില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ സക്കാത്ത് നിങ്ങൾ സ്വരൂപിച്ച് ഒരു പ്രദേശത്തെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം, ആളുകൾക്ക് താല്പര്യമല്ല. ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ എത്ര മഹല്ലുകളിൽ കൃത്യമായിട്ട് സക്കാത്ത് സംവിധാനം ഉണ്ടാകും? എത്ര പേര് കൃത്യമായിട്ട് സക്കാത്ത് വാങ്ങും, കൊടുക്കും? എത്ര പേര് സക്കാത്ത് ഹലാലല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന രേഖപ്പെടുത്തലുകൾ രേഖപ്പെടുത്തി കൊടുക്കും? മറ്റെല്ലാ രംഗത്തും വ്യവസ്ഥാപിതമില്ലെങ്കിലും, ആളുകൾ ആഘോഷിക്കുന്നില്ലെങ്കിലും, ഇന്ന് വിശ്വാസ രംഗത്ത് മനുഷ്യൻ ആഘോഷിക്കുന്ന മറ്റൊരു രംഗമാ നേർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇസ്ലാമിലെ ഏറ്റവും പരിപാവനമായ ഒരു ഇബാദത്ത്, സുന്നത്താക്കപ്പെട്ട ഒരു ഇബാദത്തിനെ ഇന്ന് ആളുകൾക്കിടയിൽ എത്രമാത്രം ആഘോഷിക്കപ്പെടുന്നു എന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു അമുസ്ലിം സഹോദരന്റെ മരണത്തിന് പോലും കാരണമായ നേർച്ചയുടെ പേരിലുണ്ടായ ആനക്കലഹങ്ങളും അതോടനുബന്ധിച്ചുണ്ടായ പേക്കൂത്തുകളും. ഇന്ന് സ്വതവേ ഒരു നേർച്ച എന്ന് കേൾക്കുമ്പോ അതിന്റെ പേരിലുള്ള പേക്കൂത്തുകളും അതിന്റെ പേരിലുള്ള ആർഭാടങ്ങളുമേ നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ. എന്താ നേർച്ച? പട്ടാമ്പി നേർച്ച, ഉള്ളാള് നേർച്ച, മുനബത്ത് നേർച്ച, മമ്പുറം നേർച്ച, ഷെയ്ഖിന്റെ നേർച്ച. എന്തേ നേർച്ചയുടെ പോരിശ? ആനകൾ ഉണ്ടാവണം, കരിമരുന്ന് പ്രയോഗം ഉണ്ടാകണം, അതല്ലെങ്കിൽ തിന്നു കുടിക്കാനുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവണം, അവിടെ ഇശൽ നൈറ്റുകൾ ഉണ്ടാവണം, ആണും പെണ്ണും സിനിമാ നടന്മാരെ കൊണ്ടുവന്ന് പാട്ടുപാടിപ്പിച്ചിട്ട് തുള്ളണം, രാത്രി വെടിക്കെട്ടുണ്ടാവണം, അല്ലെങ്കിൽ മുച്ചീട്ട് കളി ഉണ്ടാവണം, ചീട്ടുകളി ഉണ്ടാവണം, പന്നി മലർത്തൽ ഉണ്ടാവണം. ഇതൊക്കെയാ ഇന്ന് നേർച്ച എന്ന് കേൾക്കുമ്പം പല മുസ്ലിമീങ്ങളുടെയും മനസ്സിൽ പോലും കടന്നു വരാറുള്ളത്. ഇസ്ലാമിന്റെ ഏലത്ത് പോലും ഇല്ലാത്ത ആഘോഷങ്ങൾ, ലോകത്തിന്റെ ഹബീബ നബിത്തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള നേർച്ചകളൊന്നും ഇസ്ലാമികമല്ല എന്ന് ഇന്ന് പലർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. നേർച്ച എന്നാൽ ഇതാണെന്ന് തെറ്റിദ്ധരിച്ചവരോട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ഒരു വാക്കുണ്ട്, യൂഫൂന ബിന്നദിരി. തീർച്ചയായും ഏറ്റവും നല്ല വിശ്വാസികൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരായിരിക്കും. എങ്ങനെ പൂർത്തീകരിക്കുന്നവർ? വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. പടർന്നു പിടിക്കുന്ന പ്രയാസത്തിന്റെ ഒരു ദിനം, അഥവാ റബ്ബിന്റെ മഹ്ശറ ലോകത്ത്, റബ്ബ് നിശ്ചയിക്കപ്പെടുന്ന ആ പരീക്ഷണങ്ങളുടെ ശിക്ഷയുടെ ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം നേർച്ചകൾ കൃത്യമായി പൂർത്തീകരിക്കുന്നവരായിരിക്കും ഒരു യഥാർത്ഥ വിശ്വാസി. ഇന്ന് നടത്തപ്പെടുന്ന രീതിയിലുള്ള ആനയും അമ്പാരികളും വെടിക്കെട്ടുകളും കുടക്കൈമാറ്റങ്ങളും തുടങ്ങി വ്യത്യസ്ത രീതികളിലുള്ള ഗുച്ചീട്ട് കളികളും തോന്നിവാസങ്ങളും ആണും പെണ്ണും ഇടകലർന്നും ഓരോ പ്രദേശത്തും 5ഉം 6ഉം ദിവസം നടത്തുന്ന നേർച്ച വഴിപാടുകൾ ഇസ്ലാമികമല്ല. അത് തിന്മയായ ആഘോഷമാ. ആ ആഘോഷങ്ങൾ ഒരിക്കലും ഇസ്ലാമിന്റെ പേരിലേക്ക് ചേർത്ത് നിർത്താനും പാടില്ലാത്തതാ. കാരണം ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള നേർച്ചകൾക്ക് അള്ളാഹുവിന്റെ ഹബീബ നബിത്തങ്ങൾ ജീവിതത്തിലേക്ക് മാർഗം കാണിച്ചു കൊടുത്തിട്ടില്ല. ഒരിക്കലും ഒരു തിന്മ ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരു തിന്മയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതെന്റെ റബ്ബിന്റെ അരികിലേക്ക് എനിക്ക് അടുക്കാൻ ഒരു തരത്തിലും എന്നെ സഹായിക്കുകയില്ല എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല അറിവ്. അതുകൊണ്ടാ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, മന്നദറ, ആരെങ്കിലും നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അൻ യുതി അല്ലാഹ, അത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ. പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ആളുകൾ പറയാറുണ്ട്, നേർച്ച അള്ളാഹ്ക്ക് തന്നെയല്ലേ കൊടുക്കാറുള്ളത്? അല്ല, ജാറത്തിങ്കൽ കിടക്കുന്ന അല്ലെങ്കിൽ മക്ബറയിൽ കിടക്കുന്ന ഷെയ്ഖിന്റെ പോരിശയ്ക്ക് വേണ്ടി നേർച്ച ചെയ്യുന്നവരുണ്ട്. ആ ഷെയ്ഖിന് ഇഷ്ടപ്പെട്ട അപ്പങ്ങൾ മാത്രം ആ ഷെയ്ഖിന്റെ മുൻപിൽ നേർച്ച കൊടുത്ത് ഷെയ്ഖിന്റെ കറാമത്ത് കൊണ്ട് രക്ഷ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ അതന്ന് സ്ഥലത്തേക്കുള്ളതാണ്, ആ ആട് ഇന്ന ഷെയ്ഖിനുള്ളതാണ്, ആ അല്ലെങ്കിൽ പോത്ത് ഇന്ന ഷെയ്ഖിനുള്ളതാണ് എന്ന നേർച്ചയല്ല. മന്നദറ, ആരെങ്കിലും നേർച്ച ചെയ്യുന്നത് അൻ യുതി അല്ലാഹ, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഫൽ യുതഇഹു, അവൻ അത് പൂർത്തീകരിക്കട്ടെ. റബ്ബിനല്ലാത്ത നേർച്ചകൾ
ഒരാൾക്കും അല്ലാഹു തആല അനുവദിച്ച് നൽകിയിട്ടില്ല. നേർച്ചകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പൂർത്തീകരിക്കണം. പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 10 ആളുകൾക്ക് വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ 3 ദിവസം നോമ്പനുഷ്ഠിക്കണം. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ നേർച്ചയുടെ ഫിദിയെങ്കിൽ പോലും അത് കൊടുക്കേണ്ടത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. ആ കൊടുക്കേണ്ട സമയത്ത് പോലും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചരിത്ര കഥ തന്റെ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 2 ആളുകൾ ഒരു യാത്രയിലായിരുന്നു. ആ യാത്ര അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഗോത്രം മുറിച്ചു കടന്നു പോകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു, ആ ഗോത്രക്കാരാവട്ടെ ബിംബ ആരാധകരായിരുന്നു. ആ ഗോത്രത്തിന്റെ അരികിലെത്തിയപ്പം ഇവർ പിടികൂടപ്പെട്ടു. 2 പേരും ആ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു. രാജാവിന്റെ കൽപ്പന, ഈ ബിംബത്തിന് വല്ല നേർച്ചയും നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് യാത്ര എളുപ്പമാക്കാൻ സാധിക്കും. 2 പേരും പറഞ്ഞു, അള്ളാഹുവിനല്ലാതെ ഞങ്ങൾ നേർച്ച കൊടുക്കുകയില്ല. അവസാനം വീണ്ടും പല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ശിക്ഷയും അവരെ ഏൽപ്പിച്ചു. കൂട്ടത്തിൽ ഒരു വ്യക്തി പറഞ്ഞു, എന്റെ കയ്യിൽ നേർച്ച കൊടുക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാ. അവിടെയുള്ള ആളുകൾ തിരിച്ചോർമ്മപ്പെടുത്തി, ഈ പറന്നു നടക്കുന്ന ഈച്ചയിൽ ഒന്നിനെ പിടിച്ച് ആ ബിംബത്തിന്റെ മുൻപിലുള്ള കല്ലിൽ എറിഞ്ഞു കൊന്നാൽ മതി, അത് നേർച്ചയായി പരിഗണിക്കും. അത് കേട്ട സെക്കൻഡിൽ ആ മനുഷ്യൻ ഒരു ഈച്ചയെ പിടിച്ച കല്ലിന് വേണ്ടി എറിയുകയും ആ ഈച്ചയെ നേർച്ചയാക്കി കൊടുക്കുകയും ചെയ്തു. അവൻ യാത്ര എളുപ്പമാക്കാൻ വേണ്ടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോ ആ ചരിത്രം പറഞ്ഞ തിരുദൂതൻ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തി, വഹുവ ഫിന്നാർ, അവൻ അള്ളാഹുവിന്റെ നരകത്തിലാ. 2ാമത്തെ വ്യക്തിയോട് അത് കൽപ്പിച്ചിട്ടും അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായില്ല. പലതവണ ഉപദ്രവിച്ചിട്ടും അദ്ദേഹം നേർച്ച കൊടുക്കാൻ തയ്യാറായില്ല. എന്റെ നേർച്ച എന്റെ റബ്ബിന് മാത്രമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആ ജനതയെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ആ മനുഷ്യനെ അവർ വധിക്കുകയും ആ വധിച്ച ചരിത്രം പഠിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വഹുവ ഫിൽ ജന്ന, അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിലാ. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച നേർച്ച. ഈ നേർച്ചയിൽ ആഘോഷങ്ങളില്ല. ഈ നേർച്ചയിൽ ഒരു കോയിമുട്ടക്ക് 10 ലക്ഷം വിളിക്കുന്ന ലേലക്കുറികളില്ല. ഈ നേർച്ചയിൽ ഒരു ആടിനെ ഇന്ന ഷേക്കിന് വേണ്ടിയിട്ട് ആരും തൊടാതെ അവിടെ എന്ത് വന്ന് തിന്നാലും അതിനെ തടയരുത് എന്ന നിബന്ധനകളില്ല. കാരണം നേർച്ച അള്ളാഹുവിനാണെങ്കിൽ അള്ളാഹു തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, അതിന്റെ രക്തമോ മാംസമോ എനിക്ക് വേണ്ടെന്നും കൊടുക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ തഖ്വയാണ് നേർച്ചയിൽ പരിഗണിക്കപ്പെടുന്നതെന്നും സൃഷ്ടാവായ അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് പഠിപ്പിച്ച ഇസ്ലാമിലെ നേർച്ചയിൽ, ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ നേർച്ചയിൽ ഇത്യാദി ആന അമ്പാരികളില്ല, ആഘോഷങ്ങളില്ല. ആ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയായ ആഘോഷമാ. ആ ആഘോഷത്തിന് ഇസ്ലാമിൽ യാതൊരുവിധ അടിസ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും തിന്മകളാ മനുഷ്യൻ ആസ്വദിച്ച് ആഗ്രഹിച്ച് ജീവിതത്തിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നതും. ചിന്തിച്ചു നോക്കൂ, മറ്റൊരു രംഗം, വിവാഹരംഗം. ഇന്ന് ഓരോ കുടുംബത്തിലും നടക്കുന്ന വിവാഹത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആഘോഷങ്ങളാ, ഇസ്ലാമിൽ ഇല്ലാത്ത ആഘോഷങ്ങൾ. പല മുസ്ലിം കുടുംബങ്ങളിലും ഇതര മതങ്ങളുടെ ആശയങ്ങളുടെ ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിനേക്കാൾ കൂടുതൽ ഇതൊന്നും ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തിയ മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളിലാ തുടക്കം മുതൽ അവസാനം വരെ വെറൈറ്റി തേടുന്ന കല്യാണങ്ങൾ. അല്ലേ, ഒരു വിവാഹം സംഘടിപ്പിക്കപ്പെടുമ്പോ ഓരോ രക്ഷിതാക്കളും കുടുംബങ്ങളും ചിന്തിക്കൽ എന്താ? ഒന്ന് വെറൈറ്റി ആവണം. ആ വെറൈറ്റി അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച രീതിയിലാവണം എന്നതല്ല, മറിച്ച് അവരന്റെ കല്യാണ വീട്ടിൽ എന്താണോ നമുക്ക് താല്പര്യം തോന്നുന്ന ഒരു വെറൈറ്റി, ആ വെറൈറ്റി അതിനേക്കാൾ മനോഹരമായി നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ പറിച്ചു നടും. അതിന്റെ പേരിലാ ഇന്നെന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായി. വിവാഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന നിരവധി ആഘോഷങ്ങൾ, മഞ്ഞ കല്യാണങ്ങൾ, പച്ച കല്യാണങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ഒരേ കളറായിരുന്നെങ്കിൽ ഇന്ന് ഒരേ കളറ് 4 ദിവസം ആസ്വദിക്കുന്ന രീതിയിൽ വിവാഹത്തിന്റെ 4 ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിക്കുന്നു. കാതുകുത്ത് പോലെ, കല്യാണത്തിന് അരികുത്ത് പോലെ ഏതെങ്കിലും പഴമയുള്ള വീട്ടിൽ ചെന്ന് ചട്ടയും മുണ്ടും ധരിപ്പിച്ച് ആ പെണ്ണിനെ കൊണ്ട് വേഷം കെട്ടിച്ച് അവസാനം ബീച്ചുകളിലും പാർക്കുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ആണും പെണ്ണും അർദ്ധനഗ്നരായി സേവ് ദി ഡേറ്റിന്റെ വീഡിയോ ഇറക്കിയാലേ വിവാഹം കെങ്കേമമാകൂ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ നാണക്കെട്ട ജീവിത രീതിയേക്കാൾ ഏറെ നമ്മളെ ചർച്ച ചെയ്യിപ്പിക്കേണ്ടത് ഈ വൃത്തിയില്ലായ്മ കണ്ട് അതിന് ആസ്വാദനത്തിന്റെ അടിക്കുറിപ്പെയ്തുന്ന മാതാപിതാക്കളും മക്കളും കുടുംബക്കാരും ഇന്ന് നമ്മൾക്കിടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും
എത്ര വലിയ ജീർണതയാ നമ്മളെ മനസ്സിൽ കയറിക്കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. എന്തിനാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ആഘോഷങ്ങൾ? ഈ തിന്മയായ ആഘോഷങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ: ആൾക്കാരുടെ അഭിപ്രായം കിട്ടണം. റബ്ബിന്റെ അഭിപ്രായം ഇല്ലെങ്കിലും കുടുംബക്കാരുടെ അഭിപ്രായം കിട്ടണം, കൂട്ടുകാരുടെ അഭിപ്രായം കിട്ടണം, അവരുടെ ലൈക്കും ഷെയറും വാരിക്കോരി ലഭിക്കണം. അതിനേക്കാളേറെ അതൊന്ന് സ്റ്റാറ്റസ് വെക്കണം, ആളുകൾക്കിടയിൽ പൊങ്ങച്ചം കാണിക്കണം. ഇതല്ലാത്ത വല്ല നേട്ടവും ഈ വിവാഹത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു മനുഷ്യന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇതല്ലാത്ത എന്തെങ്കിലും ഒരു സുന്നത്ത്, ഏതെങ്കിലും തരത്തിലുള്ള അനുവദിക്കപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു വാക്കെങ്കിലും ഇന്നിത് ആഘോഷിക്കുന്ന, ആസ്വദിക്കപ്പെടുന്ന ഒരാൾക്കും ഇത് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഒന്ന് തീരുമ്പം മറ്റതൊന്ന് എന്ന് പറയുന്നത് പോലെ ഈ ആസ്വാദനത്തിന്റെ ആഘോഷ മനസ്സിലേക്ക് മനുഷ്യനെത്തിയപ്പോ പിന്നീട് കല്യാണം മാത്രം മനുഷ്യർക്ക് മതിയാവാതെ വന്നു. ആഘോഷിക്കാൻ പണ്ട് സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്തുകൊണ്ടാ റജബിലെ മിഅ്റാജ് നോമ്പ് മുൻകാലഘട്ടത്തിലുള്ള ചില സൂഫി വര്യന്മാരും ചില ഷിയാക്കളും ഓരോ മാസത്തിലും പോക്കറ്റ് കാലിയാക്കാനും പോക്കറ്റ് വീർപ്പിക്കാനും ഭക്ഷണം കഴിക്കാൻ ഒരു ഏർപ്പാടുണ്ടാക്കി? റജബിലെ മിഅ്റാജ്, ഷാബാന്റെ ബറാഅത്ത്, റമളാനിലെ നോമ്പ് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ആഘോഷങ്ങൾക്ക് വേണ്ടി അന്ന് അവരുണ്ടാക്കി വെച്ച ബിദ്അത്ത് ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ചേരി തിരിഞ്ഞ് ഭിന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ പല കുടുംബങ്ങളും തമ്മിൽ തെറ്റുന്നത് വിവാഹത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ആഘോഷത്തിന്റെ പേരിലായിരിക്കും. അങ്ങനെ ആഘോഷങ്ങൾ ഒരു കുടുംബത്തിൽ ഇല്ലെങ്കിൽ പുതിയ പുതിയ ആഘോഷങ്ങൾ തേടും. തേടിയിട്ടില്ലേ? എന്തൊക്കെ പുതിയ പുതിയ ആഘോഷങ്ങൾ വന്നു? കാതുകുത്ത് കല്യാണം, വയസ്സറിയിച്ച കല്യാണം, അതല്ലെങ്കിൽ തൊട്ടിൽ കെട്ടിയ കല്യാണം, 7-ാം മാസത്തിൽ വയറിന്റെ വലിപ്പം കാണാനുള്ള കല്യാണം, കൂട്ടിക്കൊണ്ടുപോകുന്ന കല്യാണം, കൂട്ടിക്കൊണ്ടുവരുന്ന കല്യാണം, ചെറുപ്പക്കാരൻ അതല്ലെങ്കിൽ ചെറിയ കുട്ടിയാണെങ്കിൽ അവന്റെ സുന്നത്ത് കഴിച്ച കല്യാണം. ആഘോഷങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്നിടത്ത് മനുഷ്യന്റെ വെഡിങ് ആനിവേഴ്സറികൾ ആഘോഷിച്ചു തുടങ്ങി, ബർത്ത്ഡേ ആഘോഷിച്ചു തുടങ്ങി. അതിനേക്കാൾ ഏറെ സങ്കടകരം 50 വയസ്സും ഒരുമിച്ച് ജീവിച്ച വാപ്പന്റെ ഉമ്മന്റെയും ആനിവേഴ്സറികൾ വരെ മക്കൾ ആഘോഷിച്ചു തുടങ്ങി. ആഘോഷിക്കാൻ എന്തുണ്ടെന്ന് ചിന്തിക്കുന്നിടത്ത് മതത്തിൽ ചെറുതാണെന്ന് ബോധ്യപ്പെട്ട ഉമ്മത്തിന് ആളുകൾക്ക് തോന്നിത്തുടങ്ങി, എങ്കിൽ മതം മാറ്റിവെക്കാം, ആഘോഷം കൂടുതലുള്ള ദുനിയാവിലെ പവറും തിന്മകളും തെരഞ്ഞെടുക്കാം. ആ തെരഞ്ഞെടുക്കപ്പെട്ട തിന്മക്ക് വേണ്ടി എത്ര കുടുംബങ്ങൾ ഇന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എത്ര കുടുംബങ്ങൾ ആ തിന്മ ആഘോഷിക്കുന്നുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു വിവാഹത്തിന്റെ വീഡിയോയും നമ്മൾ കണ്ടു. വിവാഹം പോലും നിശ്ചയിക്കപ്പെടാത്ത പെണ്ണിന്റെ വീട്ടിലേക്ക് 24 പെൺകുട്ടികൾ, അതിൽ ഉമ്മമാരുണ്ട്, പർദ്ദട്ടവരുണ്ട്, ചുരിദാറിട്ടവരുണ്ട്, ബേക്കൽ കാരണവന്മാരുണ്ട്. എന്തുകൊണ്ടുപോയതാ? 65,000 മേലെ വരുന്ന മുട്ടായി മിനാരം, മുട്ടായി പെട്ടികളുമായി കയറി ചെല്ലുന്ന കുടുംബം. അതിന്റെ പേരിൽ സ്റ്റാറ്റസ് മനുഷ്യർക്കിടയിൽ അറിയിക്കൽ, പൊങ്ങച്ചം കാണിക്കൽ. എന്നാലേ വിവാഹം ശരിയാകൂ. ആ തിന്മകളെ ആഘോഷമാക്കി കാണിക്കുന്ന ആളുകൾ. ഇതൊക്കെ പല ആളുകളും സമൂഹത്തിന്റെ മുൻപിൽ പറയുമ്പോ പലരും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാ നിങ്ങൾ ഇത് വിമർശിക്കുന്നത്? ഓരോരുത്തരുടെയും പണം അവരെ കയ്യിലല്ലേ, അവരത് ചെയ്യട്ടെ. എന്തിനാ പണമില്ലാത്ത നിങ്ങളത് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചാ പോരെ? ഓരോരുത്തരും പണത്തിനനുസരിച്ച് അത് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന വ്യക്തികളോട് ഈ പറഞ്ഞതെല്ലാം അനുവദിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഒരൊറ്റ കാരണം മാത്രമാ. എന്തേ കാരണം? നാളെ ഈ മാമൂലുകൾ നടത്താൻ പറ്റാതാകുമ്പോ പല കുടുംബത്തിലും കുടുംബങ്ങൾ വേർതിരിയും, പല ബന്ധങ്ങളും അലോഗ്യത്തിലാവും, പല കുടുംബങ്ങളിലും വിവാഹം നടക്കാതാവും, പല കുടുംബക്കാരും തമ്മിൽ പിണങ്ങിയില്ലേ? കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി മുട്ടായി കൊടുക്കാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ ചെന്നു. ഏകദേശം 1000 രൂപയുടെ താഴെയുള്ള മുട്ടായി ആയിരുന്നു ഉമ്മയും ആ ചെറുപ്പക്കാരനും 2 പെങ്ങന്മാരും പോകുമ്പോൾ വാങ്ങിയത്. മുട്ടായി കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ആ വിവാഹം വേണ്ടെന്ന് വെച്ചു. ഒരൊറ്റ കാരണം, കൊണ്ടുവന്ന മുട്ടായിന്റെ വലുപ്പം കുറഞ്ഞു. ചോദിക്കുന്ന പെൺകുട്ടികളോട് പലരും ക്യാമ്പസുകളിൽ നിന്ന് ചോദിച്ചു തുടങ്ങി, എത്ര മുട്ടായി കിട്ടി, എത്ര പെട്ടി കിട്ടി? ഒരു കാലഘട്ടത്തിൽ പെൺമക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ജീവിതത്തിന്റെ സംരക്ഷണം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സ്വന്തമായ അഭിപ്രായ പ്രകടനങ്ങൾ കൂട്ടുകാർക്കും മീഡിയകൾക്കും വേണ്ടി വായിൽ കൊള്ളാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും വെല്ലുവിളിക്കുമ്പോ അന്ന് ഉലമാക്കൾ പറഞ്ഞു, തുടങ്ങുന്നത് പോലെ പല ആഘോഷങ്ങളും നിങ്ങൾക്ക് നിർത്താൻ പറ്റൂല, തിരുത്താനാവൂല.
ആ കാലഘട്ടമാ ഇന്ന് എന്റെയും നിങ്ങളുടെയും കൺമുൻപിലുള്ള കാലഘട്ടം. കുഴപ്പങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. ആ ആഘോഷത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചല്ലോ, ഖൈറുൻ നിക്കാഹി, ഏതാ ഏറ്റവും നല്ല കല്യാണം? ഐസുറുഹു, ലളിതമായ കല്യാണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം ആളുകൾക്ക് കല്യാണത്തിന് ക്ഷണിച്ചു വന്നിട്ട് അവരെ ദാരിദ്ര്യത്തിന്റെ സങ്കടം ബോധ്യപ്പെടുത്തണം എന്നല്ല. പാകമായി ഇരുത്തി കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കൊടുക്കണം. ആ ഭക്ഷണത്തിൽ ഒരു ഭാഗം മാത്രമേ പറ്റൂ, അതിന് ഇന്ന പരിച്ചത് പറ്റൂല എന്നൊന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പക്ഷെ അതൊരിക്കലും പവറിന് വേണ്ടിയാവരുത്, പത്രാസിന് വേണ്ടിയാവരുത്, വേർതിരിവ് കാണിക്കാൻ വേണ്ടിയാവരുത്. ക്ഷണിക്കപ്പെടുന്നു വരുന്ന നാട്ടുകാർക്കും ക്ഷണിച്ചു വരുന്ന മറ്റുള്ളവർക്കും രണ്ട് തരത്തിലായാൽ പോലും ചോദ്യം ചെയ്യപ്പെടും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈവാഹിക രംഗത്ത് പോലും നമ്മൾ ആ കാര്യം അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ടതുണ്ട്. ദീനിന്റെ കാര്യമാണോ, ആ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാത്തതാണെങ്കിൽ മനുഷ്യരെ ദീനിൽ നിന്നും ആ ആചാരങ്ങളും ആഘോഷങ്ങളും അകറ്റിയിട്ടുണ്ട്. ഇന്നും ബർത്ത്ഡേക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കാത്ത ഉമ്മയോട് സ്കൂളിൽ നിന്നും കൂട്ടുകാരുടെ ബർത്ത്ഡേ മുട്ടായി വാങ്ങിത്തുന്ന മക്കൾക്ക് തിരിച്ച് അന്നത്തെ ദിവസം സ്കൂളിലേക്ക് വരാൻ പോലും മനസ്സ് മടിക്കുന്നുണ്ടെങ്കിൽ, അവൻ തന്നതിനേക്കാളും ഗംഭീരമായ ആഘോഷത്തിന്റെ മുട്ടായികൾ കൊടുക്കണം എന്ന കുഞ്ഞു മനസ്സിൽ പോലും തോന്നുന്നുണ്ടെങ്കിൽ, തുടങ്ങിയതുപോലെ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ പറ്റൂല. പടച്ചോന്റെ ദീനിൽ നിങ്ങൾ കൈകടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു തിന്മ നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ തിന്മ ഈ സമൂഹത്തിൽ ആഘോഷിക്കപ്പെടും. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഈ ഉമ്മത്തിനോട് നിങ്ങൾ ചെയ്യുന്നത് കൊലപാതകം എന്ന ക്രൂരതയല്ല, അതിനേക്കാളും വലിയ ക്രൂരതയാ അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരു ഫിത്നയുണ്ടാക്കുക എന്നുള്ളത്. ആ ഫിത്നയാ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാ രംഗത്തും. ഒരു പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്നവർ ഇനിയും ആക്ഷേപങ്ങൾ ഉന്നയിച്ചേക്കാം, പലരും കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ ചിന്തിച്ചു നോക്കൂ, ഇന്നത് എത്രമാത്രം എത്തി എന്നുള്ളതിന്റെ ദാരുണമായ ഒരു വശമായിരുന്നു ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലുള്ള ഒരു 19 വയസ്സുകാരി ആത്മഹത്യ ചെയ്തത്. വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി അണിഞ്ഞൊരുങ്ങി ഭർത്താവിനോടൊപ്പം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോ ആരും ആ പെൺകുട്ടിയുടെ നിറത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം ഒരുക്കാനുള്ള സർവ്വ ഭംഗിയോടെയും ആ പെൺകുട്ടിയെ ബ്യൂട്ടീഷ്യന്മാർ ഒരുക്കിയിരുന്നു. അവസാനം കഴുകിക്കളഞ്ഞ ഭാര്യ എനിക്ക് പോരാത്തവളാണെന്ന് ആ ദുഷ്ടനായ മനുഷ്യന് തോന്നിത്തുടങ്ങി. പിന്നീട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റായി. ആഭരണങ്ങൾക്ക് കുറ്റം, ഇംഗ്ലീഷ് അറിയാത്തത് കുറ്റം. ഈ കുറ്റങ്ങളൊക്കെ വന്നത് നിറത്തിന്റെ പേരിലാണെങ്കിൽ, അതേ നിറം കണ്ണുകൊണ്ട് കണ്ടുറപ്പിച്ചിട്ടും അതേ നിറം ആസ്വദിപ്പിക്കുന്ന വേഷം കെട്ടി കല്യാണത്തിന്റെ പന്തലിൽ തന്റെ ഭാര്യ അണിച്ചൊരുക്കിയിട്ടും അവസാനം കൈകളഞ്ഞ അതേ നിറത്തിന്റെ പേരിൽ ഒരു സാധു പെൺകുട്ടിയുടെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ, അന്ന് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, 1400 വർഷങ്ങൾക്ക് മുൻപ് ചായം തേക്കല്ലേ, നിങ്ങൾ അങ്ങനെ അണിഞ്ഞൊരുങ്ങി ആളുകൾക്ക് മുൻപിൽ വേഷം കെട്ടല്ലേ, അത് നിങ്ങളെ അബദ്ധത്തിലെത്തിക്കും. ചിന്തിച്ചു നോക്കൂ, ആ മരണവും ഇന്നത്തെ വിവാഹ രംഗത്തുള്ള ആഭാസത്തര ആഘോഷങ്ങളും ചേർത്ത് വായിക്കപ്പെടേണ്ടതാ. ആരാണ് കുറ്റവാളികളെന്ന്, എങ്ങനെയാണ് ഈ സമൂഹം എത്രത്തോളം ആഘോഷത്തിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഓരോ രംഗത്തും, വൈവാഹിക രംഗത്തു പോലും ആളുകൾ തിന്മകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാ. ഞാനൊക്കെ പറയാറുണ്ട്, പണ്ടുകാലത്തൊക്കെ കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോ ആ കുടുംബത്തിലുള്ള ചെറുപ്പക്കാരും കുടുംബക്കാരും ഒക്കെ ക്ഷണിച്ചു വരുന്ന ആളുകൾക്ക് ഇരുത്തി ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യത്തിന് മുന്നിലുണ്ടാകുമായിരുന്നു. ഓരോരുത്തരും കല്യാണത്തലേന്നേ ലിസ്റ്റ് ഇട്ട് വെക്കും. അച്ചാർ ഓൻ കൊടുക്കണം, പപ്പടം ഓൻ കൊടുക്കണം, ചോറ് കഴിവുള്ള ശേഷം തണ്ടും തടിയുള്ള ഓൻ കൊടുക്കണം, കറി ഇന്നോനൊഴിക്കണം, 2 കൂട്ടർ ആ ഭാഗം നോക്കണം, 4 കൂട്ടർ ഈ ഭാഗം നോക്കണം. ഇന്നോ കയറി വരുന്നവര് പോലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന എത്ര കല്യാണങ്ങളുണ്ട്. വിവാഹത്തിന് പെൺകുട്ടിയുടെ കൈ പിടിച്ചു കൊടുത്ത വാപ്പാര് പോലും പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കുന്ന ഗതികേടിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ എന്ന പോലെ സർവ്വ മതങ്ങളിലെയും കല്യാണങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലേ? മനം മടുത്തിട്ടും വെറുപ്പോടെയും മക്കളെ കൂട്ടി വന്നിട്ടും ഒരു നല്ല ഭക്ഷണം കിട്ടാതെ ഇറങ്ങിപ്പോകുന്നവരെത്ര. വിവാഹത്തലേന്ന് കയറി ചെല്ലുമ്പോ വിവാഹത്തിന്റെ വീട്ടുകാരൻ പോലും 50,000 ഉറപ്പിച്ചു കൊണ്ടുവന്ന ഗാനമേള ട്രൂപ്പിന്റെ കൂടെ തുള്ളിച്ചാടി കാണുന്നത് കണ്ട് അവസാനം ഭക്ഷണ ഹാളയിലേക്ക് ചെന്നിട്ടും ഒരു പരിഗണനയും കിട്ടാതെ തിരിച്ചു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന എത്ര കുടുംബങ്ങളെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും? തിന്മകളാ മനുഷ്യൻ ആഘോഷിക്കുന്നത്, നന്മകളല്ല. നന്മകൾ ആളുകൾക്ക് താല്പര്യമില്ലാതായി കൊണ്ടിരിക്കുകയാ. നന്മയോട് സാമീപ്യം തേടുന്ന ഒരു മനസ്സ് ആളുകൾക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാ.
ഒരു വിവാഹത്തിന്റെ അന്ന് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്ത് എന്തിനാപ്പങ്ങനെ വന്നോല് നിസ്കരിച്ചു പോയിക്കോട്ടെ, വരുന്നയ്ക്ക് നിസ്കരിച്ചോട്ടെ എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ തിന്മകളാ നമ്മളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗൗരവം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടതും അങ്ങനെയാ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും ഇസ്ലാം വിവാഹം അല്ലെങ്കിൽ ആ വൈവാഹിക രംഗം നിങ്ങൾ ഏറ്റവും സങ്കടകരമായ വീർപ്പുമുട്ടലിന്റെ, ഒരു പ്രയാസത്തിന്റെ, വിരഹത്തിന്റെ വേദിയാക്കണം എന്നല്ല. കുട്ടികൾ കളിക്കാം, പാട്ടുപാടാം, കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് ഒരു പക്ഷേ കൈകൊട്ടിയിട്ട് ഒരു പാപ്പളപ്പാട്ട് പാടാം, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കിടാം. പക്ഷേ ഇതൊന്നും കുടുംബത്തിൽ നടക്കാതെ കുടുംബക്കാര് ക്ഷണിച്ചത് നേരത്തിന് വന്ന് ഭക്ഷണം കഴിച്ചു പോകുകയും പിന്നീട് ഏതോ നാട്ടുകാർ വന്ന് കുടുംബത്തിൽ തുള്ളിക്കളിച്ച് ആഘോഷിച്ചു പോകുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഓരോ കല്യാണങ്ങളിലും എത്രമാത്രം പടച്ച റബ്ബിന്റെ ബർക്കത്തുണ്ടാകുമെന്ന് ഓരോ ആളുകളും നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കണം. സാമൂഹിക സാംസ്കാരിക രംഗത്ത് പോലും ഇന്ന് തിന്മകളാ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് ജീവിച്ചിരുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരു മെയ്യായി ജീവിച്ചിരുന്ന കേരളത്തിന്റെ മണ്ണിൽ പോലും ഇന്ന് വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിത്തുകൾ പാകാൻ മീഡിയകളിലെ പലർക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു പ്രദേശത്തൊരു വാഹനത്തിന് ഒരസലുണ്ടായപ്പോ ഒരു കാറിലുള്ളവൻ മുസ്ലിമും മറു കാറിലുള്ളവൻ അമുസ്ലിമുമായപ്പോ പുറത്തേക്കിറങ്ങി തർക്കത്തിനിടയിൽ, കൂട്ടം കൂടി സംസാരിക്കുന്നതിനിടയിൽ ആൾക്കാരിൽ ഒരുത്തൻ പത്ര ചോദിച്ചു, എന്താ പ്രശ്നം? അതൊരു ഹിന്ദു മുസ്ലിമും തമ്മിലുള്ള പ്രശ്നമാ. പിന്നീട് വെണ്ടക്ക അക്ഷരത്തിൽ മാധ്യമ പ്രവർത്തകൻ അവന്റെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തത് അതേ ഒരു ചാനലിന്റെ താഴെയുള്ളത് ഇന്ന സ്ഥലത്ത് കാറുകൾ തമ്മിലിടിച്ചു, വർഗീയ സംഘർഷം എന്നായിരുന്നെങ്കിൽ അത്രമാത്രം സാമൂഹിക സാംസ്കാരിക രംഗത്ത് തിന്മകൾ ആഘോഷിക്കപ്പെട്ടു തുടങ്ങി. അത്രമാത്രം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആളുകൾ, ഇന്നത്തെ കാലഘട്ടം ആളുകളുടെ ഏറ്റവും വലിയൊരു ജീർണത, ഇന്ന് സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജീർണത എന്താണെന്നറിയോ? അത് പട്ടിണിയല്ല, അത് ദാരിദ്ര്യമല്ല, അത് വെയിലിന്റെ കാഠിന്യമോ മഴയില്ലായ്മയോ അല്ല. ഇന്നത്തെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം, ജീർണത, മനുഷ്യന്റെ ഹൃദയം അന്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാ എന്നുള്ളതാ. ഒരു മനുഷ്യന്റെ ഹൃദയം അന്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാ ജീർണത. അത് സ്വന്തം സ്വകാര്യത പോലും അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ താല്പര്യ. ആരാന്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നോ അതൊരു ന്യൂസാക്കണം, അത് എന്റെ വരുമാനമാക്കണം, എനിക്കുള്ള നേട്ടമാക്കണം. മറ്റുള്ളവന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന പോരായ്മകളും സങ്കടങ്ങളും അതെന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന ആർത്തിമൂത്ത ജീർണതയാ ഇന്നൊരു മനുഷ്യൻ അവന്റെ ഹൃദയത്തോടും ഈ സമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ജീർണത. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് രാജ്ഞി ഡയാന, ആ രാജ്ഞി മരണപ്പെടുകയുണ്ടായി ഒരു ആക്സിഡന്റിൽ. ആ രാജ്ഞി ആക്സിഡന്റിൽ മരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. രാജ്ഞിയുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും ഒപ്പിയെടുത്ത് അവരറിയാതെ മഞ്ഞപ്പത്രത്തിന് വിൽക്കുന്ന പാപ്പരാസികൾ അന്ന് ബ്രിട്ടീഷ് രാജ്യത്തുണ്ടായിരുന്നു. ബ്രിട്ടന്റെ തെരുവോരങ്ങളിലേക്ക് രാജ്ഞി ഇറങ്ങുന്ന സെക്കൻഡുകളൊക്കെ അവരുടെ നോട്ടങ്ങളും അവരുടെ യാത്രകളും അവരുടെ സംസാരങ്ങളും പാപ്പരാസികൾ ഒപ്പിയെടുത്തു. എന്തിന്? ബ്രിട്ടീഷ് തെരുവുകളിൽ വിറ്റഴിക്കപ്പെടുന്ന മഞ്ഞപ്പത്രങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി വിൽക്കാൻ. അവസാനം ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പാപ്പരാസികൾ പിന്തുടരുന്നു എന്ന ഭയപ്പാടിന്റെ പേരിൽ തന്റെ വാഹനം സ്പീഡിൽ വിറ്റ് അപകടത്തിൽപ്പെട്ട് ഡയാന രാജകുമാരി മരണപ്പെടുകയുണ്ടായി. അന്ന് ബ്രിട്ടീഷ് രാജ്ഞിയെ ശല്യം ചെയ്തിരുന്ന പാപ്പരാസികൾ ഇന്ന് കേരളക്കരയിലുമുണ്ട്. പേര് മാറ്റിയിട്ടാണെങ്കിലും യൂട്യൂബ് വ്ളോഗർമാരായി, മീഡിയകളായി, മാധ്യമങ്ങളായി. ആരാന്റെ കുടുംബത്തിലേക്ക് ഒളിഞ്ഞു നോക്കി കിട്ടുന്ന ചെറിയ വാർത്തകളെ വർണ്ണിച്ചു വലുതാക്കി ഓരോ കുടുംബങ്ങളുടെ ഉള്ളറകളും തേടി പലരും ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന നൈമിഷികമായ ഒരു തെറ്റിനെ പർവ്വതീകരിക്കപ്പെടുകയാ. ഏതോ ഒരു ചെറുപ്പക്കാരന്റെ വിവാഹത്തിന്റെ അന്ന് കൂട്ടുകാർ പാടിയ പാട്ട് 150-ലധികം വ്ളോഗർമാർ അവന്റേതായ ചാനലിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഒരു പോരിശയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ രീതിയിൽ റീച്ചിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ തൗബ ചെയ്യാനും ഖേദിക്കാനും പറ്റിപ്പോയ അബദ്ധം തിരുത്താനും സൃഷ്ടാവായ റബ്ബ് മനുഷ്യർക്ക് അവകാശം കൊടുത്തിട്ടും എന്റെ വരുമാനത്തിന് വേണ്ടി മാത്രം കടിച്ചു കീറുന്ന
പച്ചയിറച്ചി വാരിത്തുന്നുന്ന നിരവധി യൂട്യൂബർമാർ, വ്ളോഗർമാർ, മീഡിയകൾ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാ. തിന്മകളാണ് ആഘോഷിക്കപ്പെടുന്നത്, തിന്മകളെയാണ് അവർക്ക് താല്പര്യം. ചക്രവാളങ്ങൾ പോലും പിളർത്തുന്ന വേഗതയിൽ കളവുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. സത്യം എന്തെന്നറിയാതെ പലരും ആക്ഷേപിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. സത്യം എന്തും തിരിച്ചറിയുമ്പോഴേക്കും ആ കുറ്റപ്പെടുത്തപ്പെട്ടവനും ആക്ഷേപിക്കപ്പെട്ടവനും ഒരു തുണ്ട് കയറിലോ, ജീവിതത്തിന്റെ മാനസിക വിഭ്രാന്തിയിലോ, മെന്റൽ ഡിപ്രഷനിലോ, അല്ലെങ്കിൽ കുടുംബം കൂട്ടാത്മഹത്യയിലോ ചെന്നെത്തിപ്പോകുന്നു. തിന്മകളോടാ താല്പര്യം. ആരാന്റെ അടുക്കളയിലെ രഹസ്യങ്ങൾ അറിയാനാ മനുഷ്യന്റെ താല്പര്യം. നമ്മളൊക്കെ പറയാറില്ലേ, ഏതെങ്കിലും ഒരു ഹെഡിങ് കണ്ടാൽ മതി, ഗ്യാസ് വണ്ടിക്കാരൻ വീട്ടമ്മയോട് ചെയ്തത് ഒന്നും ഉണ്ടാവില്ല. കറക്കാൻ പോലും ഇത്തരത്തിലുള്ള പച്ചയിറച്ചി വാരിത്തുന്നുന്ന, തൂക്കുന്ന ഇറച്ചി കഷണങ്ങൾ കോരിയെടുത്ത് തിന്നുന്ന ഇത്തരത്തിലുള്ള മാനസിക വൈകല്യങ്ങളുള്ളവർക്ക് കണ്ടന്റുകൾ കുറയുമ്പം വീട്ടുകാർ പോലും മറയില്ലാതെ അഭിനയിക്കേണ്ടി വരുന്ന ദാരിദ്ര്യത്തിലേക്ക് എത്തി. അതുകൊണ്ടാണല്ലോ പല അടുക്കള രഹസ്യങ്ങളും കുടുംബ ബെഡ്റൂം കാഴ്ചകളും ഇന്ന് സമൂഹത്തിന്റെ മുൻപിലാണ്. കുടുംബത്തിന്റെ വരുമാനം ചിന്തിക്കപ്പെടുമ്പോ ആളുകൾക്കത്, കുടുംബത്തിലുള്ളവർക്ക് പോലും, വേണ്ടപ്പെട്ട നിയന്ത്രിക്കേണ്ട ഭർത്താക്കന്മാർക്ക് പോലും ഭാര്യയെയോ ആ ഭർത്താവിനെ, മക്കളെ നിയന്ത്രിക്കാൻ ഒരു മാതാപിതാക്കൾക്കോ പറ്റുന്നില്ല. വരുമാനം കുറയുമ്പോഴേക്കും 8 വയസ്സ് 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് യൂട്യൂബിന്റെ വരുമാനം കുറഞ്ഞതിന്റെ പേരിലാണെന്നും പിന്നീട് അത് മകൾക്ക് മാനസിക ഡിപ്രഷൻ ഉണ്ടാക്കിയെന്നും വേഗം പണക്കാരിയാവാൻ ഒരു പാവപ്പെട്ട LP സ്കൂളിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലാണെന്നും വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു കുടുംബത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം തിന്മകൾ ആഘോഷിക്കുന്ന അപജയത്തിലേക്കാണ് നമ്മളെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ലിംഗസമത്വത്തിന്റെ പേര് പറഞ്ഞ് സമൂഹത്തിൽ ഉണ്ടാകുന്ന വേർതിരിവുകൾ, ലിംഗസമത്വമാണ് ഏറ്റവും വലിയ പുരോഗമനെന്ന് ചിന്തിക്കുന്നവർ, ആണിനെ പോലെ പെണ്ണും പെണ്ണിനെ പോലെ ആണും വസ്ത്രം ധരിച്ചാലേ ലിംഗസമത്വം ഉണ്ടാകൂ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിന്റെ പേരിലാണല്ലോ ഇന്ന് പല പെൺമക്കൾക്കുടെ മനസ്സിലും കുത്തിവെക്കപ്പെട്ടു, അതുകൊണ്ട് നീ പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും അതിനൊക്കെ വേറെ വഴികളുണ്ട്, അഥവാ കഴിക്കുകയാണെങ്കിൽ എന്റെ ചെലവിനോൻ ജീവിക്കണം, എന്നാ ഈ പറയുന്നിടത്തോനെ കിട്ടും. 25 വയസ്സായിട്ടും പെൺമക്കൾ പറയുന്നു, എനിക്ക് വിവാഹം വേണ്ട, ഞാനൊന്ന് 2 കാലിൽ നിൽക്കട്ടെ, പഠിക്കട്ടെ, വിദ്യാഭ്യാസം കൊടുക്കട്ടെ. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെന്നല്ല, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുത്തത് ഒരിക്കലും പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് ആണിനെ ധിക്കരിക്കലും, ആണിനെ ചവറ്റുകൊട്ടയിലേക്ക് എറിയലും, ആണിന്റെ തലയിൽ കയറി നൃത്തം ചെയ്യലും അല്ല പുരോഗമനം. മറിച്ച് ആണിന്റെ തണലിൽ, ആണിന്റെ നെഞ്ചോട് ചേർന്ന് അവനോടൊപ്പം സ്വർഗം കണ്ട് ജീവിക്കുന്നതാ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയ പുരോഗമനം, ഏറ്റവും വലിയ സമാധാനം. കാരണം ഒരു പെണ്ണിന്റെ പൂർണ്ണ സമാധാനം അവൾക്ക് തണലേകുന്ന ഒരാണിന്റെ കൂടെ മാത്രമായിരിക്കും. ഒരാണിന്റെ പൂർണ്ണ സമാധാനം അവൻ കൈപിടിച്ചു കൊണ്ടുവന്ന, മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന അവന്റെ പെണ്ണിന്റെ ജീവിതത്തിൽ കൂടെയായിരിക്കും. ഇന്ന് ആ ചിന്താഗതിയാണ് സമൂഹത്തിൽ ലിബറലുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ പറയുന്ന മാർഗം പുതിയ പുതിയ തേടലുകൾ, കണ്ടെത്തലുകൾ അവരാസ്വദിക്കാൻ തുടങ്ങി. ലൈംഗികത മാത്രമല്ല ജീവിതമെന്നും പ്രസവിക്കലും മക്കളെ നോക്കലും മുലയൂട്ടലുമൊക്കെ ശാരീരികമായ അബദ്ധങ്ങളാണെന്നും എന്നും തുടുത്തും തനുത്തും യൗവനത്തോടെ നിൽക്കണമെങ്കിൽ ഒരിക്കലും വിവാഹിതരാവാൻ പാടില്ലെന്നും മുലയൂട്ടരുതെന്നും ശരീരം തൂക്കരുതെന്നും മറിച്ച് ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ ഉടുത്തിട്ടുടുക്കാതെ നടക്കലാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും ആളുകൾ പഠിപ്പിക്കപ്പെടുമ്പോ മുസ്ലിം കുടുംബത്തിലെ പെൺമക്കൾ പോലും ആ വസ്ത്രത്തെ സ്നേഹിക്കാൻ തുടങ്ങി, അത് ആസ്വദിക്കാൻ തുടങ്ങി. അവസാനം അതിലും സന്തോഷം നഷ്ടപ്പെടുമ്പോ വീണ്ടും ലിബറലുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, ഇനി സന്തോഷം നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും പുകച്ചുരുളുകളാക്കലും രാവ് പകലാക്കി ആണിന്റെ തോളിൽ കൈയിട്ട് നടക്കലുമാണ് പുരോഗമനമെന്ന്. ആ പുരോഗമനത്തിലെത്തുമ്പോൾ ഒന്നുകിൽ ആ പെണ്ണ് പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ഗർഭിണിയാകുന്നു, ആ കുഞ്ഞ് അബോർഷൻ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ പിന്നീട് ആ പെൺകുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നു, ആൺകുട്ടി ലഹരിക്ക് കീഴ്പ്പെടുന്നു. അവന്റെ ജീവിതം അവസാനം ഒരു തുണ്ട് കയറിലോ അതിദാരുണമായ ഭ്രാന്താശുപത്രിയുടെ 4 ചങ്ങലക്കെട്ടുകളിലോ ആ ജീവിതം അവസാനിച്ചു പോകുന്നു. സാമൂഹികമായ അധപ്പതനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് നവലിബറലുകൾ നമ്മളെ മക്കളെ കൊണ്ടുപോകുമ്പോ ആ തിരിച്ചറിവോടുകൂടി അതല്ല ആഘോഷമെന്നും പരസ്പരം സ്നേഹിച്ചും കൊഞ്ചിച്ചും അവസാനം കുടുംബത്തിന് വേണ്ടി സങ്കടം സഹിച്ചും ത്യാഗം ചെയ്തും ആ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന കുടുംബത്തിന്റെ മനോഹരമായ അവസ്ഥ ഇന്നത്തെ തലമുറകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കല ആഘോഷിക്കപ്പെടേണ്ടത്. ആ ആഘോഷങ്ങൾക്ക് ഇസ്ലാം എന്നും പ്രാധാന്യം കൊടുത്തതും. തിന്മകളല്ല
ഒരിക്കലും ആഘോഷിക്കപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഓരോ രംഗത്തും തിന്മകളാ മനുഷ്യൻ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ആഘോഷങ്ങളിൽ ഏറ്റവും ഇന്ന് ധാർമ്മികമായ മൂല്യച്യുതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാ സാമ്പത്തിക രംഗത്തുള്ള ആഘോഷങ്ങൾ. ഇന്ന് പലർക്കും തോന്നിത്തുടങ്ങി മേലനങ്ങാതെ പണമുണ്ടാക്കലാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന്. അതിനുള്ള ആക്രാന്ത ജീവിതത്തിന്റെ പരക്കം പാഞ്ഞ ഓട്ടത്തിലാ പലരും. പണമുണ്ടാക്കലാണ് ലക്ഷ്യം. ആ പണം കൊണ്ട് എന്തൊക്കെയോ ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ അവസ്ഥ എന്നും ഇന്ന് പലർക്കും തെറ്റിദ്ധാരണകൾ തോന്നിത്തുടങ്ങി. അതിന് എന്ത് നെറികെട്ട വഴിയും അവൻ ആഘോഷിക്കുകയാ. ഏത് നെറികെട്ട രീതിയിലും ആ പണത്തിന് വേണ്ടി അവൻ മത്സരിച്ചോടിക്കൊണ്ടിരിക്കുകയാ. നയിച്ചു തിന്നുന്നതിൽ ഇന്ന് ആളുകൾക്ക് ആനന്ദമില്ല. നയിച്ചു തിന്നുന്നതിൽ, പച്ച മലയാളത്തിൽ നയിച്ചു തിന്നുന്നതിൽ, അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിൽ ഇന്ന് പലർക്കും താല്പര്യമല്ല. ആളെ പറ്റിച്ചും വഞ്ചിച്ചും, അത് പല നിലക്കും കടം വാങ്ങിയിട്ടും കൊടുക്കാതെയും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇടയാളനായിട്ട് നിന്നിട്ടും ആൾക്കാരെ കള്ളത്തരം പറഞ്ഞു വശീകരിച്ചിട്ടും, അല്ലെങ്കിൽ കൊള്ളലാഭം എടുത്തിട്ടും കുത്തിപ്പറിച്ചിട്ടും, അതിലും തൂക്കത്തിലും അളവിലും കൃത്രിമം കാണിച്ചിട്ടും, അളവിലും തൂക്കത്തിലും കെട്ടിലും മട്ടിലും ഇല്ലായ്മകളും പോരായ്മകളും ഉണ്ടാക്കിയും ആൾക്കാർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. നയിച്ചു തിന്നുന്നവരൊക്കെ ഇന്ന് ആളുകൾക്ക് വലിയ താല്പര്യമല്ല, നയിക്കാതെ തിന്നലാണ് താല്പര്യം. പറ്റിച്ചു തിന്നലാണ് ഇന്നത്തെ ഹോബി. ആലോചിച്ചു നോക്കൂ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് ജില്ലയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പുറപ്പെടുകയുണ്ടായി. തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം പാലക്കാടിന്റെയും മണ്ണാർക്കാടിന്റെയും ഇടയിൽ റോഡിന്റെ സൈഡിൽ വത്തക്ക വിൽക്കുന്ന ഒരു സാധുവായ മനുഷ്യനുണ്ട്. കണ്ടാൽ അറിയാം, ജീവിതത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി ഒരാളെ മുൻപിൽ കൈനീട്ടാൻ ആഗ്രഹിക്കാത്തൊരു സാധുവാപ്പ, ഒരാളെ മുൻപിലും എരന്ന് തിന്നാൻ ആഗ്രഹിക്കാത്തൊരു വാപ്പ. ചെന്നു നോക്കുമ്പം ആ പിതാവിന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാ. അദ്ദേഹം കരയുന്നുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങളൊരു ചെറിയ വത്തക്ക എടുത്ത് മുറിച്ച്, ഞങ്ങൾ 4 പേരുണ്ട്, ഒന്ന് കഷ്ണാക്കി തന്നാ വലിയ ഉപകാരമായിരുന്നു എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വത്തക്കെടുത്ത് മുറിക്കുന്നതിനിടയിൽ കയ്യിലുള്ള ഒരു തുണിക്കഷണം കൊണ്ട് തോർത്തുമുണ്ട് അദ്ദേഹം കണ്ണിങ്ങനെ തുടയ്ക്കുന്നുണ്ട്, കണ്ണീര്. അപ്പൊ നമ്മൾ കണ്ടപ്പം വലിയ ബേജാറ് തോന്നിയപ്പോ നമ്മൾ ചോദിച്ചു, എന്തേ, നിങ്ങൾക്ക് എന്തേ സങ്കടം? അയാൾ പറഞ്ഞു, ഒന്നുമില്ല. ഞങ്ങൾ ചോദിച്ചു, വീണ്ടും ചോദിച്ചു, എന്താ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരുന്നതിന്റെ കുറച്ചു മുൻപ്, ഏകദേശം ഒരു 1/4 മണിക്കൂർ മുൻപ് എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. ഓൻ വന്നത് ഒരു വാഹനത്തിലൊക്കെ തന്നെയാ. ഓൻ ഏകദേശം ഒരു 6-6.5 കിലോ ഉള്ള ഒരു വത്തക്ക എടുത്ത് തൂക്കി. ഏകദേശം 160-150 ഉറുപ്പ്യ അതിന് ഞാൻ വില നിശ്ചയിച്ചു. ഞാൻ അവന് കുറച്ചും കൊടുത്തു. ആ പൈസ അവൻ എനിക്ക് തന്ന 500 ഉറുപ്പ്യ തന്നിട്ട് എന്നോട് പറഞ്ഞു 500 ഉള്ളത് എന്ന്. തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ അല്ലായിരുന്നു, ചില്ലറ. ആ മനുഷ്യനോട് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാൻ ഗൂഗിൾ പേ ഇല്ലാത്തൊരു സമയത്ത് 500 തന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ അപ്പുറത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ അവിടെയുള്ള കടയിലോ ചോദിക്കൂ, എന്നാ പിന്നെ ആ ബാക്കി എനിക്ക് കിട്ടിയ സുഖമായിരുന്നു. ഞാൻ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത കടയിൽ ചെന്ന് ഞാൻ ആ ചില്ലറയൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഇതുവരെ വിറ്റൻ്റെ 3800 ഉറുപ്പ്യയായിട്ട് ആ മനുഷ്യൻ പോയി കളഞ്ഞിട്ടുണ്ട്. ഇതൊറ്റപ്പെട്ട സംഭവമല്ല. മറ്റുള്ളവന്റെ കഫം തിന്ന് ജീവിക്കുന്ന പലരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിന് പരിഷ്കരിച്ച പല പേരും ആളുകൾ കൊടുത്തിട്ടുണ്ട്. റമ്മികളി, അതിനേക്കാളേറെ ഈ രീതിയിലുള്ള പല ഓൺലൈൻ ബിസിനസ്സുകളും, ഓൺലൈൻ പർച്ചേസുകൾ. ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ കാണിക്കുന്നതല്ല അവന്റെ കയ്യിൽ കിട്ടുമ്പം. ഒരു പക്ഷെ കുത്തക ഭീമന്മാർക്ക് നമ്മളോട് താല്പര്യമില്ലായിരിക്കാം, ഉണ്ടാവാറില്ല. ഉണ്ടോ? കേരളം കുത്തിയൊലിച്ച പ്രളയം വന്നപ്പം ആമസോണും ഫ്ലിപ്കാർട്ടും തന്ന വരുമാനം എത്ര? പാവപ്പെട്ട സഹജീവികളുടെ കണ്ണുനീര് കണ്ട് സഹിക്കാൻ പറ്റാതെ വിൽക്കാൻ വെച്ചിരുന്ന സർവ്വ സാധനങ്ങളും കെട്ടിപ്പടുത്ത് വയനാടിന്റെ ചുരം കയറിയവരിൽ ഒരു ഫ്ലിപ്കാർട്ടുകാരനും ഒരു ആമസോൺകാരനും ഇല്ലായിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ കച്ചവടം പോലും പരസ്പരമുള്ള ദാനധർമ്മമാ. എന്റെ നാട്ടിൽ ഒരു സാധു കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവനേക്കാൾ 10 രൂപ കുറച്ച് എനിക്ക് ഏത് കുത്തക ഇവൻ തരാന്ന് പറഞ്ഞാലും ആ 10 രൂപ എന്റെ നാട്ടിലെ കച്ചവടക്കാരന്റെ കുടുംബം പോറ്റാൻ, അവന്റെ മക്കളുടെ വയറ് നിറയാൻ, അവന്റെ കണ്ണ് വിളങ്ങാൻ, അവന്റെ ഭാര്യ മനസമാധാനത്തോടെ കുടുംബം പോറ്റാൻ ഞാൻ കൊടുക്കുന്ന എന്റെ സേവനമാണെന്ന് ചിന്തിക്കാൻ ആ ലോകത്തിന്റെ ഹബീബാ നബി തങ്ങൾ പഠിപ്പിച്ച്. അതുകൊണ്ട് ആ കച്ചവടക്കാരൻ സ്വർഗത്തിലുണ്ടാവുമെന്ന് തിരുദൂതൻ ആവർത്തിച്ച് പഠിപ്പിച്ചതും, ഹക്കല്ലാത്ത കച്ചവടക്കാരൻ ആ കച്ചവടം കൊണ്ട് നരകത്തിലുണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തിയതും. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് തുച്ഛമായ
ആലോചിച്ച് നോക്കൂ, ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്. ഒരു പ്രദേശത്ത് ഒരു സാധനം വരുമ്പോ വാഹനക്കാരന് ജോലി, അതിറക്കുന്ന അതല്ലെങ്കിൽ ചുമടുകാരന് ജോലി, ആ ചുമടുകാരന്റെ വേർപ്പ് തുള്ളികൾ ഉറ്റിറ്റ് വീഴുന്നതിൽ നിന്ന ഒരു കുടുംബം കഴിഞ്ഞുകൂടുന്നതെങ്കിൽ, ആ കുണ്ടിടുന്ന ഓരോ ഗോഡൌണിന്റെയും സൂക്ഷിപ്പുകാരനിൽ നിന്ന ഒരു കുടുംബം കഴിയുന്നതെങ്കിൽ, ഓരോ പ്രദേശത്തെയും പല കുടുംബങ്ങളും ജീവിച്ചു പോകുന്നത് പോലും ആ യാഥാർത്ഥ്യത്തോടെയാണെങ്കിൽ, അതുപോലും മുടക്കം വരുത്തി പറ്റിച്ച് ആരാന്റെ കഫം തിന്ന് ജീവിക്കുന്ന നിരവധി ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. പറ്റിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ലോക മീഡിയകളുടെ ലോകം, നെറ്റ് മാർക്കറ്റിംഗിന്റെ ലോകം, IT യുഗം. അതുകൊണ്ടാണല്ലോ പരസ്യങ്ങൾ ആർക്കും കൊടുക്കാൻ പറ്റും, എത്ര മൊഞ്ചാക്കിയിട്ടും. സാധനം കൈമ കിട്ടുമ്പോഴേ അത് ഹക്കാണോ ബാത്തിലാണോ എന്നറിയാം. തിരിച്ചയക്കാൻ മാർഗമില്ലാതെ ഇപ്പോഴും കുന്നുകൂടി കിടക്കുന്ന പല സാധനങ്ങളും പല കുടുംബത്തിലുണ്ട്. കിട്ടിയ പണം കൊണ്ട് രാജകീയ ജീവിതം ജീവിക്കുന്നവർ, അതിനേക്കാളേറെ ഇന്ന് ഫേക്ക് പരസ്യം നൽകി ആളുകളെ വഞ്ചിക്കുന്നവര്, ഇല്ലാത്ത പരസ്യം കൊടുത്തിട്ട് ആൾക്കാരെ വഞ്ചിച്ച് കൊണ്ടുവന്നിട്ട് പിന്നീട് അതിന്റെ പേരിൽ വെച്ചുപിടിപ്പിക്കുന്നവര്, മായം ചേർത്ത ഭക്ഷണം വിൽക്കുന്നവര്. ഉലമാക്കള് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൊടുക്കുന്ന ഭക്ഷണം ഹക്കല്ലെങ്കിൽ കഴിച്ചു പോകുന്ന നിങ്ങൾക്ക് വേണ്ടി എത്ര വ്ളോഗ് ചെയ്താലും, അതിന്റെ പേരിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ആളുകൾ ഇടിച്ചു കയറിയാലും, കുടുംബങ്ങൾ ക്യൂ നിന്ന് ടോക്കൺ വാങ്ങി നിങ്ങളെ ഭക്ഷണം തിന്നുപോയാലും, നിങ്ങളുടെ പെട്ടി നിറഞ്ഞാലും, പടച്ചോന്റെ കോടതിയിൽ ആ ശരീരം നശിപ്പിച്ചവന്റെ ഒരു ഓതി അള്ളാഹു അവനെയും അറിയിക്കും. അതുകൊണ്ട് ഒരു ഉറുപ്പ്യ സമ്പാദിക്കുന്ന സമയത്ത് ഇതൊക്കെ വാരിപ്പിടിക്കുമ്പോഴും പറ്റിച്ച് ജീവിക്കുമ്പോഴും ആൾക്കാരെ സങ്കടപ്പെടുത്തി മുതലുണ്ടാക്കുമ്പോഴൊക്കെ ആൾക്കാർ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മുൻകാലഘട്ടത്തിലുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തിയതുപോലെ തീർച്ചയായും നിങ്ങൾ വിരല് കടിക്കുന്ന ഒരു ദിനം ദുനിയാവ് തന്നെ വരും. സമ്പാദിച്ച സമ്പത്തുകൾ നിങ്ങളുടെ ശ്വാസത്തിന് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദിനം വരും. വേദന കൊണ്ട് കൈകാലിട്ടടിക്കുമ്പം നിങ്ങൾ പറ്റിച്ചവന്റെ മുഖത്തുണ്ടായ കണ്ണുനീരിന്റെ 1000 മടങ്ങ് നിങ്ങളെ കണ്ണുകളിലൂടെ പടച്ചോൻ താഴേക്ക് വരുത്തും. 6 അടി മണ്ണിലേക്ക് ചേർന്ന് കിടക്കുമ്പം ആ പറ്റിക്കപ്പെട്ടവന്റെയും മനസ്സ് വേദനിച്ചവന്റെയും പൊരുത്തം കിട്ടാത്ത കാലത്തോളം മണ്ണിനടിയിൽ ഒരു സമാധാനമില്ലാതെ അവർ ജീവിക്കേണ്ടി വരും. പക്ഷെ ഇന്ന് മനുഷ്യൻ ആർത്തിയ, അതുകൊണ്ട് ആഘോഷിക്കപ്പെടുക. എല്ലാവരും ഓഫർ കൊടുക്കുന്നുണ്ട്, എല്ലാവരും പരസ്യം ഗംഭീരാക്കുന്നുണ്ട്. കാരണം ആൾക്കാരെ പറ്റിച്ചിട്ട് ആഘോഷിക്കുന്നു. ആഘോഷിക്കൂ, വരൂ ആഘോഷിക്കൂ. എന്താ ആഘോഷിക്കേണ്ടി? നമ്മളെ മുതൽ അങ്ങോട്ട് കൊടുക്കാൻ, പറ്റിച്ചുണ്ടാക്കാൻ. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ തീർച്ചയായും പല നിലക്കും ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി ഒരാളുടെയും ഒരു രൂപ നിങ്ങൾ സമ്പാദിക്കരുത്. പട്ടിണി കിടക്കേണ്ടി വന്നാലും, ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ മരണപ്പെടേണ്ടി വന്നാലും, മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ടും അവനെ വഞ്ചിച്ചിട്ടും അവന് ഏതെങ്കിലും അർത്ഥത്തിൽ അവന്റെ ജീവിതത്തിൽ നിന്ന് കവർന്നെടുത്തിട്ടും നിങ്ങൾ പണം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ പറയാറുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോ ആളുകൾ അത് പെട്ടെന്ന് തന്നെ അവന്റെ യൂട്യൂബിൽ ഇട്ടിട്ട് പരസ്യത്തിന് ഓണാക്കി കൊടുക്കുക. കാരണം ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ച ഇവന് വരുമാനം, അത് ഇവന്റെ വക കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ഓൻ അങ്ങോട്ട് അവതരിപ്പിക്കും. അത് മതത്തിലുള്ള ആളുകളുണ്ട്, അത് രാഷ്ട്രീയത്തിലുള്ളവരുണ്ട്. ഒരു പണിയും ചെയ്യാണ്ട് പൊരന്റെ അകത്തു കുത്തിയിരുന്നിട്ട് നാടൊട്ടുക്കും തെറി പിടിച്ചിട്ടും നാടൊട്ടുക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. കാരണം സ്വന്തം വരുമാനം മാത്രം ലക്ഷ്യം വെച്ച് പണിയെടുക്കുന്നവര്. അവർക്ക് കണ്ണീരിന്റെ വില അറിയൂല, അവർക്ക് അഭിമാനത്തിന്റെ വില അറിയൂല, അവർക്ക് മനോവേദനയുടെ സങ്കടം അറിയൂല. പക്ഷെ അതറിയും. അതറിയിക്കാതെ ദൈവം ഒരാളെയും തിരിച്ചു വിളിക്കൂലെന്ന് സർവ്വമതങ്ങളും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കർമ്മയുണ്ട് മനുഷ്യരെ, നിങ്ങളത് അനുഭവിക്കേണ്ടി വരും, നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വരുമാനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവര്, ഇതൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കും, മൗലവിമാർക്കുമില്ലേ യൂട്യൂബ്? പക്ഷെ യൂട്യൂബിലുള്ള 1 രൂപ വരുമാനം ഇക്കാലം വരെ ഈ കൈകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. 1 രൂപ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞിടത്തോളം കേരളത്തിലെ ഇസ്ലാഹി പണ്ഡിതന്മാരിലും അല്ലാത്ത ചില പണ്ഡിതന്മാരിലും പെട്ടവര് പണത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല. കാരണം ദഅവത്ത് എന്ന ലക്ഷ്യം വെച്ച് മാത്രം. എന്നാൽ അതേ രംഗത്ത് തന്നെ ചില പുഴുക്കുത്തുകൾ പണത്തിന് വേണ്ടി മാത്രം ദീനി അല്ലാതിരുന്നിട്ടുകൂടി, ഉലമാക്കൾ അല്ലാതിരുന്നിട്ടുകൂടി, സർവ്വതിലും അഭിപ്രായം പറഞ്ഞിട്ടും സർവ്വതിലും വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്തിട്ടും സമൂഹത്തിലുള്ള ആളുകളെ ഇകഴ്ത്തിയും പുകഴ്ത്തിയും വൃത്തികേടുകൾ അവതരിപ്പിച്ചും പണം വാങ്ങുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഏതർത്ഥത്തിലും സാമ്പത്തിക രംഗത്ത് മനുഷ്യൻ പണത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തിയുടെ ആഘോഷത്തിലാണ്. എങ്ങനെ സമ്പാദിക്കാമെന്ന് ചിന്തിച്ചിട്ട് അധ്വാനിച്ച് തിന്നാൻ പഠിക്കണം. അധ്വാനിച്ച് തിന്നുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കണം. അധ്വാനിച്ച് തിന്നുന്നവനെ
ബഹുമാനിക്കാൻ പഠിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ഏതുപോലെ നമ്മളൊക്കെ ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അറിയാതിരുന്നിട്ടുകൂടി ഒരു പാന്റും കുപ്പായവും വലിച്ചു കയറ്റി ഒരു തുപ്പയും വെച്ചിട്ട് വെയിൽ കൊള്ളുന്ന ഒരു സെക്യൂരിറ്റിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവനോട് നിർദ്ദേശിക്കപ്പെട്ടതേ അയാൾ ചെയ്യാൻ പാടുള്ളൂ. ആ നിർദ്ദേശിക്കപ്പെട്ടതിനനുസരിച്ചിട്ട് അയാൾ നിയന്ത്രിക്കുമ്പോൾ പലർക്കും സെക്യൂരിറ്റിയോട് ഒരു ദേഷ്യം. ഒരു സാധു സെക്യൂരിറ്റിയെ ഇടിച്ചു കൊന്ന നാടാണ് കേരളക്കര. ദേഷ്യത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായി തെണ്ടാൻ മനസ്സില്ലാത്തതിന്റെ പേരിൽ കുടുംബം പോറ്റാൻ ഇറങ്ങുന്നവരാ സർവ്വ പണിക്കാരും. എല്ലാ തൊഴിലിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. അധ്വാനിച്ച് തിന്നുന്നവനെ കണ്ടാൽ അവനോട് ഏറ്റവും മനോഹരമായിട്ട് പെരുമാറണം. കോഴിക്കോട് ബീച്ചിൽ കടല വിൽക്കുന്ന ഒരു സാധു മനുഷ്യനോട് വാങ്ങിയ കടലയേക്കാൾ ഇരട്ടിപ്പണം കൊടുത്തപ്പോ ആ പണം തിരിച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പം ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കടലപ്പണിക്കിറങ്ങിയതെന്നും നയിച്ച് തിന്നുന്നതാണ് എന്റെ ശരീരത്തിന്റെ ആരോഗ്യമെന്നും ഒരു സാധു പറയുന്നുണ്ട് എങ്കിൽ ഭക്ഷണം നയിച്ച് അല്ലെങ്കിൽ അധ്വാനിച്ച് കഴിക്കുന്നവനെ കണ്ടുപഠിക്കണം, അവനെ ബഹുമാനിക്കാനും പഠിക്കണം. എല്ലാവരും അധ്വാനിക്കുന്നുണ്ടോ? അവൻ്റെതായ സങ്കടങ്ങളുണ്ട്. ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ തൊട്ടു മുൻപിൽ 2 കൊലയും കുറച്ച് പച്ചക്കറി ചാക്കും കുറച്ച് പെട്ടികളൊക്കെ ആയിട്ട് വാഹനത്തുമ്പോൾ പോകുന്ന ചില സാധുക്കൾ ഉണ്ടാവും. അവരുടെ ലക്ഷ്യം അവരുടെ കുടുംബമാ, അവരുടെ സ്ഥാപനമാ. ഈ സാധനം സ്ഥാപനത്തിൽ എത്തിച്ചിട്ട് അത് വിറ്റിട്ട് വേണം രാത്രി സ്കൂളിൽ നിന്നും കയറി വരുന്ന എൻ്റെ മക്കൾക്കും 1000 സ്വപ്നങ്ങളുമായി കൂടിറങ്ങിപ്പോന്ന പെണ്ണിന്റെയും വയറ് നിറയാനെന്ന് ആഗ്രഹിച്ച് ഒരു സാധു കുടുംബം പോറ്റുമ്പോ, അവൻ അധ്വാനിക്കുമ്പോ അവന്റെ നിറം നോക്കിയും പണമില്ലായ്മ നോക്കിയും കോലം നോക്കിയും അവനെ നമ്മൾ പരിഹസിക്കുന്നുണ്ട് എങ്കിൽ അതല്ല ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആശാരിയായിരുന്നു. അധ്വാനിച്ചിട്ടല്ലാതെ ഒരു അമ്പിയാക്കളും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നെല്ലാ രംഗത്തും അതുണ്ട് കേട്ടോ. പള്ളി മൗലവിമാരോട് ചിലർക്കൊരു ദേഷ്യ, 24 മണിക്കൂർ പണിയെടുക്കുന്ന പള്ളി മൗലവിമാരോട്. ഒരു ബാങ്ക് കൊടുക്കാൻ സുബഹിക്ക് ഒരാളെ 4 ദിവസം ഏൽപ്പിച്ചറിയും അതിന്റെ വേദനയും സങ്കടവും ഒക്കെ. എത്രത്തോളം വലിയ ഉത്തരവാദിത്താന്ന്. അങ്ങനെയുള്ള ആളുകളോട് പോലും മോശമായി പെരുമാറുന്നവൻ അധ്വാനിക്കുകയാ. നാട് വിടുന്നത് പലരും അധ്വാനിക്കാൻ വേണ്ടിയാ. വിദേശ രാജ്യത്ത് പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലേ ഞാൻ പിരിവിന് പോയിട്ടുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ജീവിതത്തിൽ പിരിവിന് പോയിട്ടില്ല 16 കൊല്ലങ്ങൾക്ക് മുൻപ്. കാരണം ഓരോ കുടുംബത്തിന്റെയും സ്വപ്നം നെഞ്ചിലേറ്റി ആ മരുഭൂമിയിൽ കിടന്ന് ഓരോരുത്തരും സങ്കടപ്പെടുന്നത് കാണുമ്പോൾ തൻ്റെ കീഴിലുള്ള ഒരു തൊഴിലാളിനോട് പോലും ഒരക്ഷരം മിണ്ടാൻ ഒരാൾക്ക് തോന്നൂല. കാരണം അത് ഏത് ബംഗാളി ആയാലും മലയാളി ആയാലും ഒന്നഴിക്കുന്നത് ഒരു കുടുംബം പോറ്റാനാ. ഓനെയും കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, ഓനെയും പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. അവന്റെ കൈമൽ വരുന്ന പണത്തിനനുസരിച്ചിട്ട് തിന്നണോ കുടിക്കണോ എന്ന് തീരുമാനിക്കുന്ന ഒരു കുടുംബമുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചതും അധ്വാനിച്ച് തിന്നുന്നവനെ കണ്ടാൽ നിങ്ങൾ ബഹുമാനിക്കണം, അവനോട് നിങ്ങൾക്ക് ആദരവുണ്ടാവണം. അതേത് ജോലിയാണെങ്കിലും നിങ്ങൾ ക്ഷണിക്കപ്പെടുന്ന നിങ്ങളുടെ തൊഴിലാളിക്ക് പോലും നിങ്ങൾ കൃത്യമായ കൂലി കൊടുക്കണം. അധിക പണി എടുപ്പിച്ചിട്ടുണ്ടോ, അവന്റെ സാമർത്ഥ്യം കൊണ്ട് അവൻ നേരത്തെ തീർത്തിട്ടുണ്ടോ, ആ സമയം കൂടി നിങ്ങൾ മുതലാക്കാൻ വേണ്ടി അധിക പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൂലി പോലും അവന് നിശ്ചയിക്കണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷെ ഇന്നതല്ല. ആൾക്കാർ മുതലുണ്ടാക്കാൻ ആഘോഷിക്കുക, ആളെ പറ്റിച്ചിട്ടും അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടും ഒക്കെ. ഞാൻ അവസാനിപ്പിക്കുക. തിന്മകളാണ് ആഘോഷിക്കപ്പെടുന്നത് എവിടെയും. പരസ്പരം കുടുംബത്തിലും ജീവിതത്തിലും ആളുകൾ ആഘോഷിക്കുന്നത് തിന്മ. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ആഘോഷം ടിവികൾക്കും സിനിമകൾക്കും മൊബൈലുകൾക്കുമാ. അള്ളാഹുവിന്റെ കലാമിന് ആഘോഷമല്ല, ജമാഅത്ത് നമസ്കാരത്തിന് ആഘോഷമല്ല, ഒരായത്തോതുന്നിടത്ത് ആഘോഷമല്ല, അത് കേൾക്കുന്നിടത്ത് പോലും ആഘോഷമല്ല. സ്വന്തം കുടുംബത്തിന്റെ കൂടെ പുറത്തേക്കിറങ്ങി സംസാരിച്ച് കുടുംബത്തോടൊപ്പം കുടിക്കുന്ന ഒരു കാലിച്ചായൽ പോലും ആഘോഷമല്ല. മറിച്ച് മനുഷ്യന്റെ ആഘോഷം ഇസ്ലാം പഠിപ്പിക്കാത്ത പലതിലുവാ. ആർത്തി പിടിച്ച് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് ആഘോഷിച്ചു തീർക്കുമ്പോൾ അവസാനം ആഘോഷങ്ങളും ആർഭാടങ്ങളും ഉപേക്ഷിച്ചിട്ടുള്ള ഒരു യാത്രയുണ്ടെന്ന തിരിച്ചറിവാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ അറിവ്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക. എല്ലാം നശിക്കും, എല്ലാം ദുനിയാവിൽ ഇട്ടേച്ച് പോകണം. ഞാൻ വരുമ്പോഴും കോഴിക്കോട് ഇവിടെ ഉണ്ട്, ഞാൻ മരിച്ചു പോയാലും കോഴിക്കോട് ഇവിടെ ഉണ്ടാകും. ഞാൻ വരുമ്പോഴും കനാലിന്റെ അടിയിലെ മണ്ണ് അവിടെ ഉണ്ട്, ഞാൻ മരിച്ചാലും ആ മണ്ണ് അവിടെ തന്നെ ഉണ്ടാകും. കാരണം ദുനിയാവ് പടച്ചോൻ്റെതാ, ദുനിയാവ് അള്ളാൻ്റെതാ. വേലി കെട്ടി തിരിച്ചിട്ടും എൻ്റേതെന്ന് അവകാശപ്പെട്ടും ഞാൻ എന്തൊക്കെ തിന്നു കുടിച്ചാലും എന്തൊക്കെ എൻ്റേതെന്ന് അവകാശപ്പെട്ടാലും തിന്നു കുടിച്ചത് പോലും ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തിന്നതും കുടിച്ചതും കണ്ടതും രമിച്ചതും ആസ്വദിച്ചതും എൻ്റെ നാഥന്റെ മുൻപിൽ എനിക്ക് പറയേണ്ട ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഈ യാത്ര അവസാനിക്കുന്ന അന്ന് എൻ്റെ നെറ്റി വേർക്കുമോ എൻ്റെ മുഖം പുഞ്ചിരിക്കുമോ എന്ന് എൻ്റെ സൃഷ്ടാവിന് മാത്രമേ അറിയൂ, എനിക്കേ അറിയൂ. ആ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ
തിന്മകൾ ഒരിക്കലും ആഘോഷിക്കപ്പെടുകയില്ല, നന്മകൾ ആഘോഷിക്കപ്പെടും. തിന്മകൾ വെറുക്കുന്നൊരു മനസ്സുണ്ടാവും. എൻ്റെ ആയുസ്സിൽ എൻ്റെ കുടുംബത്തിൽ പോലും ആ തിന്മയുണ്ടാവില്ലെന്ന് സ്വന്തം മനസ്സുകൊണ്ടെങ്കിലും അള്ളാഹുവിനോട് തുറന്നു പറയാൻ സാധ്യമാകുന്നില്ലെങ്കിൽ പോലും റബ്ബേ, മനസ്സുകൊണ്ടെങ്കിലും അത് വെറുക്കുന്നൊരു മനസ്സിൻ്റെ ഉടമയാകാൻ എനിക്ക് പറ്റുമെന്ന് നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ നാളെ റബ്ബിന്റെ മുൻപിൽ അവരിൽ നിന്നും മാറി സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഉണ്ടായേക്കാം. ആ തിരിച്ചറിവോടെ അള്ളാഹുവിന്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളും ബാധിച്ച് സങ്കടപ്പെടുന്നവരുണ്ട് റബ്ബെ ഞങ്ങളെ കൂട്ടത്തിൽ. എളുപ്പം ആ അസുഖങ്ങളെല്ലാം ശിഫ നൽകി, വേദനയെല്ലാം ശിഫ നൽകി, ആരോഗ്യത്തോടെ ആയുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പ്രിയപ്പെട്ട നേതാക്കൾ, ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. ഹറാമായ സാമ്പത്തികം എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു മാപ്പാക്കി മരണപ്പെടുമ്പോൾ ഹലാലായ സമ്പാദ്യത്തോടെ ജീവിതത്തിൽ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കടബാധ്യതകൾ തീർക്കാനും ബാധ്യതയില്ലാതെ ലോണ് പോലെയുള്ള പലിശ ഇടപാടുകൾ നടത്താതെ നിന്നെ കണ്ടുമുട്ടുന്ന നല്ല മുത്തക്കിങ്ങളിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. അള്ളാഹുവെ, നിന്റെ ദീനിനോട് ചേർന്ന് നിന്ന് ഹലാലായ അനുവദിക്കപ്പെട്ടത് ആസ്വദിച്ചും നീ വെറുത്തതിന് വെറുത്തും ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.